الله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. അള്ളാഹുവിൻ്റെ ഫضل കൊണ്ടും റഹ്മത്ത് കൊണ്ടും 18ാമത്തെ ഹിക്മത്താണ് പറയുന്നത്. ഇഹാനത്തുക്കൽ അഅമാല അലാ വുജൂദിൽ ഫറാഗി മിൻ റുഊനാത്തിൻ നഫ്സ്. നമ്മൾ സാധാരണ പറഞ്ഞു വരുന്നതാണ്, തിരയടങ്ങിയിട്ട് കപ്പൽ ഓടൂല. അത് തന്നെ, ഒരാൾക്ക് കപ്പൽ സഞ്ചരിക്കണം, തിരയടങ്ങുന്ന കാലത്ത് കപ്പലിലേക്ക് ഇറക്കാം, എന്നാൽ കപ്പൽ ഇറക്കൂല എന്നാണ് അല്ലേ? ഉദാഹരണം പറയാം, ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ സിറ്റിയിലേക്ക് കൂടി പോയി താഴത്തൊരു ചേംബർ ഹാളിൻ്റെ അവിടെ എത്തി നിൽക്കും. അപ്പോൾ കണ്ണൂരേക്ക് ഇങ്ങനെയും തലശ്ശേരിയിലേക്ക് അങ്ങനെയും ദുര വണ്ടി ഓടുന്നു. നമ്മൾ ഈ പോകുന്ന ആളെന്താക്കണം, വണ്ടിയുടെ ആ ചലനം തീർന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റോഡിലേക്ക് കയറാം എന്ന് വിചാരിച്ചാൽ എന്തായിരിക്കും, ആടെ നേരമ്പത്ത് ബന്ധിൻ്റെ അവിടെ അടുത്ത് കടന്നുകൂടാം, മറ്റുള്ള റോഡ് ബ്ലോക്കാക്കിയിട്ട്. പിന്നെന്താ ചെയ്യൽ? ഇങ്ങനെ വണ്ടി ഓടിക്കലല്ലേ, എന്ത് ചെയ്യും? തക്കം നോക്കിയിട്ട് അങ്ങോട്ട് കയറും, കിട്ടിയ അവസരങ്ങൾ മുതലാക്കും. അത് തന്നെ മൂപ്പുറം പറയുന്നു. നടന്നു പോകുന്നതിനൊക്കെ എത്തിയിട്ട് വാങ്ങിയില്ല. ഇതുപോലെ തന്നെ ഉണ്ടാകും, ഒരാൾക്ക് ₹1,00,000 കടമുണ്ട്, കടം വിടുന്ന കാലം ഉണ്ടെങ്കിൽ ഞാൻ അത് പറഞ്ഞപ്പോൾ തക്തീറാണ്. നമ്മുടെ നിലാമറ്റത്തെ കണ്ണാണത്തെ സലാം മൂലവരെയും കൂടെ കൊള്ളയടിച്ചു. എന്നിട്ട് അയാൾ പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞുകൊണ്ട് നല്ല പൊതിരെ തല്ലും കിട്ടി അയാൾക്ക്. അയാളോട് ആ പോലീസ് സ്റ്റേഷനിൽ പറയാൻ നീ ആരാന്ന് വെച്ചിട്ട് അയാൾ നമ്മളൊക്കെ പോകാൻ വേണ്ടിയിട്ട് കുറേ ശേഖരിച്ചിട്ട് അങ്ങനെ വെച്ചതാണ്. ഇങ്ങനെ വരക്കുമെന്നൊരു കാര്യം. കഴിഞ്ഞ കാലം അപ്പോൾ ₹1,00,000 കടമുണ്ടെങ്കിൽ എൻ്റെ ബാക്കി എല്ലാ ചെലവിനങ്ങളും കഴിഞ്ഞിട്ട് ഫ്രീ ആകുമ്പോൾ കടം വിടാമെന്ന് വിചാരിച്ച് ഒരിക്കലും മുടലുണ്ടാവില്ല. അതെന്താക്കണം, കുറച്ച് ചുരുക്കി പിടിക്കണം. മറ്റാളെ വണ്ടിക്ക് അല്പം നിൽക്കുന്നെല്ലാം പറഞ്ഞിട്ട് എന്തിനെന്താക്കണോ, ₹1000 അറുപത്ത് 100 തവണ കൊടുത്താൽ കടം തീർന്നില്ലേ അല്ലേ? എന്നതുപോലെ തന്നെ ഇതാ പറയുന്നത്, ഇഹാനത്തുക്കൽ അഅമാല അലാ വുജൂദിൽ ഫറാഗ്. ഇവിടെ മൂപ്പർ ശരയ്യായ അമലുകളെ പറയൂ, കാരണം ദുന്യാവ് അവർക്ക് പ്രാധാന്യമില്ല. അഅമാലുകളെ മാറ്റി നിർത്തൽ, അതായത് ഏൽപ്പിച്ചു കൊടുക്കൽ. എന്തുമലി അലാ വുജൂദിൽ ഫറാഗ്, ഒഴിവ് കിട്ടുന്ന സമയത്തേക്ക്. സാധാരണ യോഗം ചെയ്യുമ്പോൾ ഉണ്ടാക്കി നിസ്കാരത്തിന് ഭാഗം കൊടുക്കും. എന്നിട്ടോ സംഘടന യോഗത്തിനെ പറ്റി പറയുന്നു, നിങ്ങളെ യോഗമല്ല. ബാങ്ക് കൊടുത്ത് കഴിഞ്ഞാൽ എന്താക്കാം, നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ട് ഇരിക്കാമെന്ന് പറയുന്നത്. ഉറക്കത്ത് കിട്ടിയാലും അതാകാവുമല്ല. പക്ഷെ നിങ്ങളെ പരിപാടി എന്താന്ന്, ബാങ്കിൻ്റെ ടൈമിന് കരറ്റ മുട്ടയ്യമാക്കി നിർത്തി ബാങ്ക് കഴിഞ്ഞ് എല്ലാവരും ജമാഅത്തിലേക്ക് എത്തി, നിസ്കാരവും കഴിഞ്ഞ് ജമാഅത്തും കഴിഞ്ഞിട്ട് പുനഃപരിപാടി. അതെവിടെയാണോ ബക്കപ്പ് താമായ തിരക്കുള്ള ഹസനായ തിരക്കുള്ള കാപ്പിയായ തിരക്കുള്ള ഇഹാനത്തുക്കൽ അഅമാല അലാ വുജൂദിൽ ഫറാഗ്. ഒഴിവ് സമയത്തേക്ക് നമ്മുടെ അമലെല്ലാം നീട്ടിവെക്കൽ. അത് മിൻ റുഊനാത്തിൻ നഫ്സി, നഫ്സിൻ്റെ ഹമാക്കാത്തിൽ പെട്ടതാണെന്നാണ്. ഹമാക്കത്ത് പല ഇനങ്ങളുണ്ട്. അത് റുഊനാത്ത്, ഒറ്റ റുഊനത്തല്ല, അതിൽപ്പെട്ട ഒരു ഇനാണ്. പ്രധാനപ്പെട്ട പരിപാടി എന്താ, കട നിർത്തി വെച്ചിട്ട് ബാക്കി കാര്യം ഇതാ. ഇതാക്കാനുള്ള ഉള്ളിലതാ വയ്ക്കുന്നത്, ഇതാക്കാനുള്ള അബ്ദു മുതലബ്ബിസൻ ബിഹാലി മിൻ അഹ്വാലി ദുന്യാഹു. ഒരബ്ദ് ദുന്യാവിൻ്റെ അഹ്വാലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അവർക്കൊരു മംഗലുണ്ട്, മംഗലത്തെ എന്താക്കും, 100 ഇറങ്ങാന്നാക്കും. അതിന് ജമ്മാക്കാന്ന് കോലുണ്ട്, പോലും നിൽക്കണ്ടെന്നും കോലുണ്ട്. മംഗല തിരക്കല്ലേ? കോലില്ലാത്ത സാധനം ഉണ്ടെന്നെങ്കിലും
എന്നിട്ടോ വക്കാനലഹു ഫീഹ, അതിലവനുണ്ട്. ഇതെന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ ബേക്ക്, ഇത് ഏതെങ്കിലും ഒന്ന് മതിയാക്കിയേ. വകാനലഹു ഫീഹാ, ഈ അമലിനുണ്ട്, ഈ അഹ്വാലിന് ശുഗ്ലുൻ യംനഉഹു മിനൽ അമലി ബിൽ അഅമാലി സ്വാലിഹ, സാലിഹായ എന്തെങ്കിലും അമൽ കൊണ്ട് അമൽ ചെയ്യുന്നതിനോട് തടുക്കുന്ന ഒരു മുടക്കത്തിലുണ്ടായി ദുനിയാവിൽ. എന്നിട്ടോ അഹാല ദാലിക്കൽ അമല, ഈ ചെയ്യാനുള്ള ബാധ്യതപ്പെട്ട സാലിഹായ അമലുണ്ടല്ലോ, അത് ഏൽപ്പിച്ചു അലാ ഫറാഹി മിൻ തിൽക്കൽ നസ്വാൽ, നമ്മുടെ ദുനിയാവിലെ ശുഗലൊക്കെ തീർന്നിട്ട് കുളിച്ച് നനച്ചിട്ടെല്ലാം നിൽക്കാൻ ആരംഭിക്കാം. വഖാല, എന്നിട്ട് എന്താ പറയുന്നല്ലോ, ഇതാ തഫറഗ്തു അമിൽതു, ഈ ചോറും തിരക്കെല്ലാം മാറിയിട്ടാകുമ്പോൾ നമ്മളെന്താക്കുക അമൽ ചെയ്യാം. അത് ഓതാമ്പോക്കും അങ്ങനെ തന്നെയാണ്. ഒരിക്കലും ഒഴിവിട്ടാത്താണ്ട് വരും. 2 ആഴ്ച കൂടുമ്പോൾ എത്ര മണിക്കൂർ കിട്ടി? 15 ഗുണിക്കണം 24 മണിക്കൂർ അല്ലേ? അതിൽ നിന്ന് 1 മണിക്കൂർ പോലും ഒഴിവിട്ടില്ല. 1 മണിക്കൂർ കൊണ്ട് 5 മിനിറ്റ് പോലും ഒഴിവിട്ടില്ല എന്നാണ്. ഇത് നഫ്സിന്റെ സബാഹത്തിൽപ്പെട്ടതാണെന്നോ. ഈ റുഹൂനത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? റുഹൂനാത്ത് എന്ന് പറഞ്ഞിട്ട് റുഹൂനത്ത് ഹമാക്കത്തിന്റെ, അതായത് ഹംക്ക് തരത്തിന്റെ ഒരു ഇനമാണ്. ഇവർക്ക് ഹമാക്കത്ത് ഒന്നല്ല, കുറേ ഉണ്ട് ഈ വിഷയത്തിൽ. അതുകൊണ്ട് ഇപ്പൊ 5:30 മണിയുടെ നിൽക്കുന്ന 5:30 മണി വരെ നീ ആഴ്ച കിട്ടുമെന്ന് ആരാൾക്ക് എഴുതിയിരുന്ന ചോദ്യം പറയുകയോ. അപ്പൊ ബർവാകപ്പെട്ട അമലെന്തായി? അടക്കടമായി കിടക്കും. രണ്ടാമത്തത് ദുന്യാവിന്റെ കാര്യത്തിന്റെ മുൻഗണന, ആഖിറത്തിന്റെ കാര്യം ബേക്കോട്ട്. രണ്ടാമത്തെ റുഹൂനത്താണ്. ഇനി ആയുസ് നീണ്ടെന്ന് വെക്കാം. നീണ്ടെന്ന് വെച്ചാൽ വേറെ ഷുഗലിങ് വരും. അപ്പൊ ആ ഷുഗലം ഒഴിവായിട്ട് നമ്മൾ പണിയെടുക്കാൻ നോക്കും. അപ്പോഴൊക്കെ തീരുന്നൊക്കെ വേറെ ഷുഗലിങ് വരും. ഇതിന്റെ തീയല് ഈ തെരമാലടങ്ങിയിട്ട് കപ്പൽ ഓടൂടാന്ന് പോയ പ്രശ്നമുണ്ടല്ലോ. അങ്ങനെ പലതുമുണ്ട്. അപ്പൊ ഒന്ന് അൽ അവലു ഈസാറു ദുനിയ അലൽ ആഖിറ, ആഖിറത്തിനെയും വിട്ടിട്ട് അതിനെ കാണാൻ ദുനിയാവിന്റെ മുൻഗണന കൊടുത്തു എന്നതാണ് ഒരു അമാക്കത്ത്. വലൈസ ഹാദാ മിൻ ശഅനി ഉഖലാഇൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ബുദ്ധിജീവികളുടെ ശൈലിപ്പെട്ടതേ അല്ല. ഇത് ദുനിയാവിന് മുൻഗണന കൊടുത്ത ആഖിറത്ത് നൽകാറുണ്ട്. വഹുവ ഖിലാഫു മാ തുലിബ മിൻഹു, ഇവനോട് ആവശ്യപ്പെട്ടതിന് എതിരാണ്. എന്താ അല്ലാഹു തആല ആവശ്യപ്പെട്ടത്? ഖാലല്ലാഹു തആല ബൽ തുഖ്സിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ, ആഖിറം ഖൈറുമാണ്, ഏറ്റവും അവശേഷിക്കുന്നതുമാണ് എന്നതാണല്ലോ അതിൻ്റെ ശൈലി. അത് വിട്ടിട്ട് ആ ആഖിറത്തിനേക്കാൾ ദുനിയാവിനെ തിരഞ്ഞെടുക്കുന്നു എന്ന് അല്ലാഹു തആല ആക്ഷേപമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സ്വഭാവത്തിൽ. 2 തസ്വീസുഹു ബിൽ അമലി ഇലാ അവാനി ഫറാഗിഹി, ഫറാഗ് ഒഴിവ് കിട്ടുന്ന സമയത്തിലേക്ക് അമലിനെ പിന്തിക്കലാണല്ലോ ഉണ്ടാകുന്നത്. പിന്നെ വഖദില്ല യജിദു മുഹലത്തുൻ, അപ്പോൾ ചിലപ്പോൾ തീരെ ഒഴിവുണ്ടായില്ല വരില്ല. അതുകൊണ്ട് മൗത്ത് അവരെ പിടികൂടും, പെട്ടെന്ന് പിടികൂടും. കാബലതാനിക്ക ഒന്ന്. ഇനി എല്ലാം മൗത്ത് പിടികൂടില്ല, ആയുസുണ്ടല്ലോ, ആ അത് ഷുഗലു, പിന്നെ ഷുഗല് കയറും. നമ്മുടെ വിഷയം തീർന്നിട്ട് എന്താക്കാം, നിൽക്കാന്ന് വെച്ച് നിൽക്കാനും പറ്റുമ്പോൾ ചൂടുള്ള ബിരിയാണി ഉണ്ടായിച്ചു. അപ്പം മറ്റൊരു ഷുഗലായി ബിരിയാണി വെച്ചിട്ട് നിൽക്കാന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ, അതാണല്ലോ ഇപ്പം വേണ്ടത്. അല്ലെങ്കിൽ ബിരിയാണി തണിഞ്ഞു പറയുമ്പോൾ ചൂടാക്കാനെല്ലാം പണിയാണ്. തണിഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ വയറ്റിന് എന്തെല്ലോ ഇടങ്ങളുണ്ടാവും. ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ല.
അവൻ ബിരിയാണി കഴിച്ചു. ബിരിയാണി വെച്ചിട്ടാകുമ്പോൾ താങ്കൾ വയറൊന്ന് കനത്തു പോയി. ഇവൻ ചെറിയ റെസ്റ്റ് എടുത്തിട്ട് എന്നൊക്കെ നല്ല ഖുശൂറോടെ തിരിച്ചാക്കാം. അതിലുണ്ടായി നോക്കുമ്പോൾ നിൽക്കാൻ കഴിച്ചാൽ ഓരോ കേസിലുണ്ടാവും, അസുഖം കേസിലുണ്ടാവില്ല. لأن أشغال الدنيا ദുനിയാവിന്റെ ശോധി യതദാഅ ബഅദുഹാ ഇലാ ബഅദിൻ ഒന്നൊന്നിനെന്താക്കും ക്ഷണിച്ചു വരുത്തുന്നുണ്ടോ. ഇവിടുന്ന് ഒതിയിലേക്ക് അതിനപ്പുറം അതെന്നെ തരമല്ല. കമാ ഖീല ഫമാ ഖളാ അഹദുൻ മിൻഹാ ലുബാനതഹു വലം തഅ അറബുൻ ഇല്ലാ ഇലാ അറബി. ഒരു മനുഷ്യനും വിട്ടിട്ടില്ല മിന്ന ദുനിയാവിൽ നിന്ന് ലുബാനതഹു അവന്റെ ഒരു ആഗ്രഹം. ഒരാവശ്യം തീർന്നിട്ടില്ല ഇല്ല ഇല അറബി മറ്റൊരു ആവശ്യത്തിലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ ആവശ്യങ്ങൾ നിങ്ങൾക്ക് എന്താ പണിയിൽ ഒത്തിരി പണിയില്ല, 24 മണിക്കൂർ പണിയില്ല, എന്നാ പിന്നെ ഇവിടെ അടിമൊഴിക്കും. ഓഫീസിൽ പോയി നോക്കുമ്പോൾ വശത്തൊരു ഓർമ്മ അത് ഓഫീസ്. അപ്പോൾ ഒരാവശ്യം തീരുമ്പോഴേക്കും മറ്റൊരാവശ്യത്തിലേക്ക്, അത് തീരുമ്പോഴേക്കും മറ്റൊരാവശ്യത്തിലേക്ക് എന്താക്കും കഴിഞ്ഞു പോകും. അപ്പോൾ 2 സമാഹത്തായി. വസ്താദിക്ക് മൂന്നാമത്തേത് ആ അഹ്ബാറിൽ നിന്ന് ഷുഗലിന് ഒഴിവായില്ലേ, ഇതല്ലതീലായി എവിടെ നിന്നുണ്ടാക്കി മറ്റൊന്നിലേക്ക്. അപ്പോൾ അവിടെ ഇബാറത്ത് മാറ്റം വന്നിട്ടുണ്ടെന്നാ പറയുന്നത്. അങ്ങനെ തന്നെയുള്ളത്. ഇൻ തഫറഗ മിൻഹ മല്ലദി യുമിനുഹു എന്നാണ്. ഒഴിവായി എന്ന് വെച്ചാൽ അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യൂന്നാലോ ഒപ്പുന്നത്. മറ്റൊരു ഷൂന് വന്നൂടാന്ന് എന്നിട്ട് അത് പൂർത്തിയാക്കും എന്ന് ആരോ ഒപ്പ് തന്നു. എന്താ നിന്നെ നിർഭയനാക്കിയത് മീൻ തബദ്ദുലി എന്ന് പറഞ്ഞത് അതാണ്. മീൻ തബദ്ദുലി അജ്മിഹി ഇബാറത്ത്. നമ്മൾ ഈ അക്ഷര കിതാബിൽ ഇബാറത്ത് തട്ടി വന്നതാണ്. ഇതിനടുത്തും വരുന്നുണ്ട്. ഇവന്റെ തീരുമാനം മാറി. അതുപോലെ നെയ്യത്തിൽ ഇപ്പം നല്ലൊരു ഇഖ്ലാസം കിട്ടും, പെരുടെ അവസരത്തിൽ കിട്ടൂല. ഇനി സുമ്മാഫി അപ്പൊ 3 തരത്തിലുള്ള ഹമാക്കത്ത് ഇതിനിടയിൽ. ഇനി ഇവന് സ്വന്തമായിട്ട് അതൊക്കെ ചെയ്യും എന്നുള്ളൊരു ദഅവ ഉണ്ട് നോക്കാം. വറുയ്യത്തിൽ ഹൗലി വൽ ഖുവ്വ ഹൗലും ഖുവ്വത്തും ഇവ കാണുന്നുമുണ്ട്. അതിൽ മറ്റൊരു തെറ്റ്. ഫീ ജമീഇൽ അഹ്വാൽ എല്ലാ അഹ്വാലിലും ഹൗലും ഖുവ്വത്തും കാണുന്നതാണ്. അത് മാ യുസ്തഹഖു ഫീ ജംബിഹി ജമീഉ ഹാദാ. ആ 4ാമത് പറഞ്ഞില്ലേ, 4ാമത് പറഞ്ഞത് ഏറ്റവും ഗൗരവം. ആദ്യത്തെ 3 സാരിയില്ലാന്ന് വെച്ചാലും അപ്പൊ 3 കാര്യവും അതിനേക്കാളും ഗൗരവമേറിയ 4ാമത്തെ കാര്യവും ബലിൽ വാജിബു അലൈഹി. അപ്പോൾ അബദെന്താ വേണ്ടത്? അയ്യുബാദിറ ഇലൽ അഅ്മാൽ അഅ്മാലിലേക്ക് മുന്നിടലാണ്. അല അയ്യി ഹാലിൻ കാന എന്ത് അവസരത്തിലായാലും പണിയട നിർത്തുക, അമൽ ചെയ്യുക. വായിന്തഹിസ പുറസത്തല്ലിക്കാൻ കിട്ടുന്ന സൗകര്യത്തിൻ്റെ പുറസത്ത് എന്താകണം? അവ തട്ടിയെടുക്കണം. നിങ്ങളുടെ വണ്ടികേറ്റും പോലെ തന്നെ അല്ല വേണം നാട്ടിലെത്തൂല. കബല മുഫാജഅത്തിൽ മൗത്ത് വഹുലൂലിൽ ഫൗത്ത് മരണം പെട്ടെന്ന് വരുന്നതിന് മുമ്പ്, അതുപോലെ നഷ്ടം അവരിലേക്ക് ഇറങ്ങുകയും ചെയ്തത് അതിനു മുമ്പായിട്ട്. വാഞ്ഞത്തവക്കൽ അലല്ലാഹി തആല അല്ലാഹു തആലാന്റെ മേലിൽ തവക്കുലാക്കുക. ഫീ തയസ്സുരിഹാ അലൈഹി ഈ കാര്യങ്ങൾക്ക് എളുപ്പമാക്കി തരാൻ. വസറഫിൽ മവാനിഇൽ ഹായിലത്തി ബൈനഹാ വബൈന ഈ അഅ്മാലുകളുടെയും അവൻ്റെയും ഇടയിൽ മറയിടുന്ന എല്ലാ തടസ്സങ്ങളും ദൂരീകരിക്കാൻ അള്ളാഹുവിനോട് തവക്കുലാക്കുക. അതിപ്പോൾ സാധാരണ നടക്കുന്ന കാര്യമാണ്. വമാ അഹ്സന ഖൗല ഇബ്നുൽ ഫാരിദ് ഫീ ഹാദൽ മാന. ഇബ്നുൽ ഫാരിദ് റളിയല്ലാഹു അൻഹു ഈ അർത്ഥത്തിൽ പറഞ്ഞൊരു പദ്യമുണ്ട്. വഉദ മിൻ ഖരീബിൻ ഫസ്തജിബ് വജ്തനിബ് ഗദാ
وشمر عن الساكن اجتهادا بنهضتي وعد من قريب എന്ന് പറഞ്ഞാൽ അടുത്ത് തന്നെ മടങ്ങുക. പക്ഷേ ഒരു കാര്യത്തിൽ വിട്ടുപോയെങ്കിൽ ഫസ്തജിബ്, നീ വിളിക്കുത്തരം ചെയ്യുക. അയാളെ സ്ഥലമെന്ന് വിളിച്ചാൽ വിളിക്കെന്താക്കണം, ഉത്തരം ചെയ്യും. അത് ലാഹവല്ല പറഞ്ഞിട്ട് ഒയ്യൻ്റെ വിട്ടത് അവിടെ പോകുമ്പോൾ അള്ളാഹ് എനിക്കിപ്പോൾ വരാൻ നേരിട്ട് എന്നതിൻ്റെ വേന ഒരു തെളിവ് കഥ നാളെയാവട്ടെ എന്നുണ്ടല്ലോ, നാളിന്ന് പോവട്ടെ നാളെയാവട്ടെ എന്നൊരു പത്രത്തില്ല, അതും ഒഴിവാക്കുക. വശമ്മിർ അനിസാഖ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ മടക്കിക്കുത്തല്, എന്താണ് പണിക്ക് രംഗത്തിറങ്ങാൻ പൊളിമ്പെല്ലാം മാറ്റിയിട്ട്. അപ്പോൾ വശമ്മിർ അനിസാഖ് എന്ന് പറഞ്ഞാൽ എന്താക്കുക, മടക്കിക്കുത്ത് അധികം. പക്ഷെ പണിക്ക് രംഗത്തിറങ്ങി അരയും തലയും മുറുകിയിട്ടിറങ്ങിയെന്ന് പറയുന്നില്ലേ, അതുണ്ട്. ഇജ്തിഹാദൻ, നല്ല കഠിനാധ്വാനത്തിനാൽ, ബിനഹദത്തിനല്ല ഉണർവിയോടുകൂടി. മുമ്പ് എത്ര ഉപദേശം ചെയ്ത് അല്പം വിട്ടുപോയെങ്കിൽ ഉടനെ തിരിച്ചു വരണം. നാട്ടിലാ പോകുന്നത്, ഉടനടെ തിരിച്ചു വരണം, ഇടയിൽ കഴിഞ്ഞിട്ടൊന്നപ്പല അങ്ങനില്ലേ. വധിത്തനിബ് കഥ, നാളെയാവട്ടെ എന്നത് കൈവയ്ക്കും. ഇനി വക്കുൻ സ്വാലിമൻ കൽ വഖതി, വക്കത്തിൻ്റെ മാധ്യമാണ്. കഴിഞ്ഞ ഹിക്മത്തിൽ പറഞ്ഞിട്ടുണ്ട്, വക്കത്ത് എന്ന് പറഞ്ഞാൽ മുളിക്കുന്ന വാള് പോലെയാണ്, അതാണ് അത് കൈകാര്യം ചെയ്യുന്നത് സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം സാരിമൻ എന്നുള്ള മുളിക്കുന്നവനാകണ കൽ വക്കത്തിനെ പോലെ. എന്നിട്ടോ ഫൽ മഖ്തു ഫി അസാ, അസാ എന്ന് പറയുന്ന ബാക്കി കൊണ്ടിട്ടില്ല. ഇങ്ങനെ അതങ്ങനെ ആവും വസ ലാല്ല, അതായത് ഇന്നത് സംഭവിക്കാം. ആ അസ എന്ന പ്രയോഗം ലൈത്തയിൽ ചൈതന്യത്തിൻ്റെ നോക്കിയിട്ട് ലൗ ലൈത്ത ലൗകാന കഥ ഇന്നതായെങ്കിൽ ഒരു വെറും വ്യാമോഹം, അതിന് പ്രയോഗിക്കുന്ന കുറേ ലഘുലുണ്ട്. ഇതല്ലോ ലൈത്ത, ലൗ, പിന്നെ അസ തുടങ്ങിയ പ്രയോഗങ്ങൾ. ആയെങ്കിൽ അതിൽ മക്കത്തുണ്ട്. മക്കത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ശിക്ഷക്കാണല്ലോ മക്കത്ത് എന്ന് പറയും. വഹിയാക്ക മഹിലൻ, നീ സൂക്ഷിക്കണം. മഹിലൻ എന്ന് പറഞ്ഞാൽ കുറച്ച് കൊടുന്ന് കണ്ടിട്ടടിച്ച് ചുവെള്ളം മാറ്റിയിട്ട് മഹിലൻ. ഫഹിയ, ഈ മഹിലൻ എന്നുള്ള പ്രയോഗം അഖ്തറു ഇല്ലത്തിൻ എന്ന ഏറ്റവും കഠിനമായ ഒരു രോഗമാണ്. മടിയന്മാരായ ഒരു വാക്കാണ്. അവിടെ തന്നെ ഇബാറത്ത് മാറ്റേണ്ട ഒരു വഹിയാക്ക അല്ലി ഫഹിയ അഖ്തറു ഇല്ലത്തി. അല്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? ലഅല്ല എന്ന പ്രയോഗമുണ്ടല്ലോ. ലഅല്ലക്ക് എന്തൊക്കെ പ്രയോഗമുണ്ട്? ലഅല്ല, അല്ല, ലഅന്ന, ഇതെല്ലാം ഒരേ അർത്ഥവും തന്നെയാണ്, ഒരേ അമലും തന്നെ. ഇസ്മിന് നസ്ബും ഖബറിനെ റഫ്ഉം ചെയ്യുന്നത്. അപ്പോൾ അല്ലി എന്നത് അയക്കാം, ആകാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അയക്കാം. പക്ഷെ തൊഴിൽ ചെയ്യട്ടെ. പിന്നെ കസീറൻ എന്നല്ല, കസീറൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ നിനക്ക് നടക്കാൻ കഴിയാതെ വടിയിലും കുത്തി ആകപ്പാടെ കൈകാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സമാനത്ത് എന്നാലും നടക്കാൻ കഴിയണം എന്ന് പറഞ്ഞാലോ, എന്ത് തടസ്സമുണ്ടെങ്കിലും പരിപാടി മുടക്കണ്ട. അങ്ങോട്ട് നടക്കാൻ കഴിയുമ്പം പോടാ, അതല്ല. ഇതേ അർത്ഥം ഇവിടെ വേണ്ടത് മൻഹജുസബീലെ മോദിയിട്ടുണ്ടായി. പൊട്ടിയവനായാലും മുടന്തവനായാലും നീ ഓടിക്കോ ചാടിക്കോ തോന്നിയില്ലേ? എന്നുവെച്ചാൽ ചിന്തനം മുടക്കങ്ങളൊന്നും മുടക്കാനായി കാണും. വൻഹൽ, അതാ നീ ഉണർന്ന് പ്രവർത്തിക്കണം. കസീറൻ എന്ന അതൊരു ഡിമാറ്റാണ്. കസീറൻ എന്നുവെച്ചാലോ എനിക്ക് പോരായ്മകളുണ്ട്. കസറ എന്ന് പറഞ്ഞാൽ പൊട്ടി. പിന്തിച്ചെടുക്കുന്നതോടൊപ്പം നീ ബത്താലത്താണ് എനിക്കുള്ളത്. ബത്താലത്ത് എന്ന് പറഞ്ഞാൽ വെറുതെ സമയം കൊല്ലും, എന്തൊരു മടിയ. പിന്നെ അസ്മൽ ലിസിഹത്തി, അല്ല മാ അഖർത ലിസിഹത്തി എന്നാണ് കണക്ഷൻ. ലിസിഹത്തിൻ്റെ ലാമില്ലേ,
ആ ലാമിൻ്റെ കണക്ഷൻ എടുത്തേക്കാണ് മാ അഫർത്ത മുമ്പ് പറഞ്ഞു. അപ്പം അതിന് നോക്കും. അപ്പം നീ ആരോഗ്യത്തിലേക്ക് നീട്ടിവെക്കുന്ന കാലത്തോളം എനിക്ക് ഇവിടെ വരെ കിട്ടിയതെന്താണ്? മഹാലത്താണ്. ആരോഗ്യമുണ്ടായാൽ ചെയ്യാം. അപ്പം അനാരോഗ്യകാലത്ത് ചെയ്യേണ്ട കൈഫിയത്തും പണിയോടുണ്ടല്ലോ, അതിലാണല്ലോ ഓരോ തകരി. അപ്പം നിസിഹത്തിന്റെ കണക്ക് ലാമിന്റെ കണക്ഷൻ എടുത്തേക്ക് മാ അർത്ഥ നിസിഹ. പിന്നെ അതുകൊണ്ട് നെയ്ത്തപ്പന കൊല മുറിച്ച് ഇറക്കുന്ന സമയത്ത് ജലാതി കൊല മുറിച്ച് കാത്തുകൊണ്ട്. അപ്പോൾ അസ്മാകുന്ന സൈഫ്, അസ്മ എന്ന് പറഞ്ഞാൽ തീരുമാനമെടുത്താൽ അതിൻ്റെ സൈഫ് കൊണ്ട് മുടിക്കണം. എന്തിനു മുടിക്കണം? സൗഫ. പിന്നെ ആവട്ടെ സൗഫനെ കുറിച്ച് പറയണം. മൂപ്പറ വാക്കിൻ്റെ പ്രയോഗം നീ എന്താക്കണം? കഠിന. അപ്പൊ ജദ്ദ യജിദ്ദു എന്ന് പറഞ്ഞതിന് അധ്വാനിച്ചു എന്നു. ഇൽമിനെ വിഷയത്തിൽ നീ കഠിനാധ്വാനം ചെയ്യണം, അധ്വാനിക്കണം. മഞ്ചത്ത വജത ജദ്ദ യജിദ്ദു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നഫ്സത്താവും നല്ല ഉഷാറായി പ്രവർത്തിച്ചോളൂ. അല്ലെങ്കിലോ അസൽപ്പെടുത്താത്ത വണ്ടിയാണ്. കുന്തിയിട്ടോ തള്ളിയിട്ടോ എങ്ങനെയെങ്കിലും ആവാക്കിപ്പിടുന്ന സ്റ്റാർട്ടാക്കലേ പറ്റുള്ളൂ. അതാണ് തീർന്നു. ഞാൻ അതിൻ്റെ മറ്റേ സ്ഥലം എടുക്ക്. ഒഴിവ് സമയം കിട്ടുന്നതിലേക്ക് അമലിനെ നീട്ടിവെക്കൽ എന്നുള്ളത് എന്താണ്? നഫ്സിലാണ്. അതാ ഫഇദാ കാനൽ മുരീദു മുസ്തഗിലൻ ബിഹാലിൻ മിൻ അഹ്വാലി ദുനിയാഹു. ഒരു താലിബ് ദുനിയാവിൻ്റെ ഹാല് കൊണ്ട് പുറപ്പെട്ടിട്ടുണ്ട്. വകാന ഫീ ദാലിക, ആ ഹാലിനെന്തുണ്ട്? യംനഉഹു മിനൽ അഅ്മാലി അല്ലതി തവസ്സലു ബിഹാ ഇലാ ഹദ്റത്തി മൗലാ. മൗലാന്റെ ഹദ്റത്തിലേക്ക് നിന്നെ ചേർക്കാവുന്ന ഒരു അമൽ ആ സമയത്തുണ്ട്. എന്തെങ്കിലും മുന്നോട്ട് കൊടുക്കണം. മൗലാനയിലേക്ക് ചേർക്കുന്ന അമലിന് മുന്നോട്ട് കൊടുക്കണം. മറ്റേ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യും. റമദാനിനെ കുറഞ്ഞത് സ്റ്റോപ്പ് ചെയ്തിട്ട് എന്താക്കണം? ഡോക്ടറുമായിട്ട് പോയാൽ എന്താക്കും? എമർജൻസി കേസ് വന്നാൽ അവരുടെ ടോക്കൺ എടുത്താളല്ല മൊത്തം കേരളം കേസ് എടുക്കില്ലേ? അല്ല, ഇവരുടെ ടോക്കൺ തീർന്നിട്ട് ലാസ്റ്റ് 100ാം ടോക്കൺ ഇങ്ങനെ എടുക്കാന്ന് വെച്ചാൽ രോഗിനെ വെച്ചില്ലേ? അവിടെ അത് പറയുന്നില്ലല്ല. എന്നിട്ട് ഇവൻ പറയുന്നത് അഹാല ദാലിക, ആ ചെയ്യാനുള്ള അമലോ ഇവൻ എന്താക്കി അറിയോ? അല ഫറാഗഹി മിൻ തൽക നിസാൽ, ആ ശോധനത്തൊട്ട് ഒഴിവായി കഴിഞ്ഞാൽ ചെയ്യാമെന്ന് പറഞ്ഞ് നിർത്തിവിട്ടു. ഫഖാല, എന്നിട്ട് ഇദാ തഫറഗതു അമിൽതു, ഞാൻ ഫറാഗ് കിട്ടിക്കഴിഞ്ഞാൽ അമൽ ചെയ്യും എന്നുള്ളത് കാന ബദാലിക ദലീലൻ അല റൂനത്തി നഫ്സ്, നഫ്സിന്റെ ഹമാകത്തിന്റെ മേലുള്ള തെളിവാണ് കാണുന്നത്. റൂനത്തെന്ന് പറഞ്ഞാൽ ഹമാക്കത്തിന്റെ ഇനം. വദാലിക, എന്തുകൊണ്ടാണ് ഇവയ്ക്ക് ഹമാക്കത്ത് അമുഖതരമുണ്ടായത്? ലിതസ്വീഫിഹിൽ അമല ഇലാ ഫറാഗി അവ്വാലിഹി, ഇവന്റെ സമയം തീർന്നതിന് ശേഷം അമൽ ചെയ്യാം എന്നുകൊണ്ട് അമൽ നിർത്തിവെച്ചു. വഖദ് ലാ യജിദു മുഹ്ലതൻ, ചിലപ്പോൾ ഒഴിവ് കിട്ടിയേയില്ല. എന്ത് സംഭവിക്കും? അതിൻ്റെ മുമ്പായിക്കൊണ്ട് മരണം എന്താക്കും? പെട്ടെന്ന് പിടികൂടി എന്ന് വരാം. അല്ലെങ്കിൽ ഷുഗർ എറിയും. എന്താണ്? ദുന്യാവിൻ്റെ ഷുഗർ എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ പിന്നാലെ ഒന്നിൻ്റെ പിന്നാലെ ഒന്ന് ഇങ്ങനെ തുറന്നു പോകാം. വലവോ പൊരിത അന്നഹോ തഫറഗ മിൻ, അങ്ങനെ ഒഴിവ് കിട്ടിയെന്ന് പഴയ സാങ്കല്പികമായി പറയാം. പറഞ്ഞാൽ അവനോട് ദോഷം എന്തുണ്ട്? പക്കത് എത്തമ്പത് അഴുകും. അവന് തീരുമാനം കൊണ്ടിട്ടുണ്ടോ? തീരുമാനത്തിൻ്റെ ചൂട് അടങ്ങിപ്പോയല്ലോ.
നെയ്യത്ത് ദഈഫാവുകയും ചെയ്യും. അതുകൊണ്ട് ഫൽ വാജിബ് അലൈഹി നുഹൂദു ഇലാ മാ യൂസിലുഹു ഇലാ മൗലാ, മൗലയിലേക്ക് ചേർക്കുന്ന ആ കാര്യം കൊണ്ട് എന്താണ് ഉണർന്ന് പ്രവർത്തിക്കലാണ് ഇവിടെ അനിവാര്യം. ഖബിലുൽ ഫവാത്ത്, അവസരം നഷ്ടപ്പെട്ടതിന് മുമ്പ്. വഇദാ ഖീല അൽ വഖതു കസ്സൈഫി, അത് മുമ്പ് പറഞ്ഞതാണ്. വഖത്ത് എന്ന് പറഞ്ഞ വാള് പോലെയാണ് എല്ലാം. തഖ്തഉഹു, അത് നീ മുറിച്ചിട്ടില്ലെങ്കിൽ തഖ്തഅക്കം വാള് നിന്ന് മുറിക്കുന്നില്ല. വഖത്ത് എന്നതുപോലെയുണ്ട്. ഇനി അടുത്തത് എന്താണെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അവസ്ഥയിൽ നമ്മളെ നിർത്തി. ഇത് ഈ മാന മുമ്പ് കഴിഞ്ഞിട്ടുണ്ട്. അതെന്താക്കും ഒരു സ്ഥലത്ത് മൂപ്പർ പറഞ്ഞത് ലേശം വിശദീകരിച്ചുകൊണ്ട് ആവർത്തിക്കുന്നു. അത് ഖുർആന്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. ഖുർആനിലുള്ള ആവർത്തനങ്ങൾ. ലാ തത്ലുബ് മിൻഹു, നീ അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് തേടണ്ട. മിൻ ഹാലത്തിൻ, ഒരു ഹാലത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണേ. നമ്മൾ ഉടനതായിരുന്നു എന്തിനാ? ലിയസ്തഅ്മിലക ഫീമാ സിവാഹ, ഇതല്ലാത്ത മറ്റൊന്നിലേക്ക് എന്നെ ഉപയോഗപ്പെടുത്തണം എന്നാ പറയും. ഒരിക്കലും ജോലി കൊടുത്ത് അത് വേണ്ട, മറ്റൊന്നിലേക്ക് എന്നെ നിയോഗിക്കണേന്നാ. അതങ്ങനെ തേടണ്ട. എപ്പോഴും അത് ഹലാലാണെങ്കിലേ പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ പിന്നെ ചർച്ച ചെയ്തില്ല. അപ്പൊ പലവ അറാദക്ക, അല്ലാഹു തആല നിന്നെ വേടുക വെച്ചാൽ ലസ്തഅ്മലക മിൻ ഗൈരി ഇഖ്റാജി, ഉള്ള പണിയിൽ നിന്ന് ഒഴിവാക്കാതെ കണ്ട് മറ്റേ ഉപയോഗപ്പെടുത്താനോ അല്ലാഹു കഴിയുമല്ലോ. രണ്ട് പണിയും കൊടുക്കും. നീയൊക്കെ സദാറത്തുണ്ടല്ലോ, സദാറത്ത് കൊണ്ടിട്ട് എനിക്ക് മുക്കിരി പണിയല്ലാത്താണെങ്കിൽ ചോദിക്കണ്ട. മുക്കിരി പണി കൊണ്ട് തന്നെ ഹത്തീബാക്കണമെന്ന് ചോദിക്കണ്ട. ഹത്തീബം പെട്ട് കാലിയാക്കാക്കണേ അതുകൊണ്ട് ചോദിക്കണ്ട. ഉള്ള പണിയിലേക്ക് തൊട്ടില്ല. كما أنه إذا كان المرء على حالة لا توافق غرضه, ഒരു മനുഷ്യനായി അനുസരണമായിക്കുന്നുണ്ട്. ഒരു ഹാലത്തിൽ ഇവൻ്റെ ഉദ്ദേശത്തിനോട് ഒക്കുന്നില്ല, അതായത് ഇവൻ്റെ ആഗ്രഹത്തിനോട് ഒക്കുന്നില്ല. അത് കാനത്ത് മുതഅല്ലിഖത്തൻ ബിദ്ദീനി ഔ ബിദ്ദുന്യ, അത് ദുന്യാവുമായി ബന്ധപ്പെട്ട കാര്യമായാലും അങ്ങനെ തന്നെ, ദുന്യാവിൻ്റെ കാര്യമായാലും ദീനിൻ്റെ കാര്യമായാലും. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദുന്യാവിൻ്റെ കാര്യത്തിലുണ്ടല്ലോ ഈ നീട്ടിവെക്കല്. നീട്ടിവെക്കാൻ ചിലപ്പോൾ നടക്കൂല. ലാ യംബഗി ലഹു, ഇവന് പറ്റിയ പണിയല്ല. അൻ യറൂമൽ ഖുറൂജ മിൻഹ, അതിൽ നിന്ന് പുറത്തു പോകണം, അതിൽ നിന്ന് രാജി വെച്ചിട്ട് എന്താക്കണം, മറ്റൊന്നിലേക്ക് നീങ്ങണം എന്ന് ഞാൻ ആഗ്രഹിക്കണ്ട. സ്വന്തം വകയിൽ എന്നിട്ടോ വക്കത്തിഹി, ആ വക്കത്തിൻ്റെ ഹുക്കം എന്താ? അല്ലാഹു തആല ഇവിടെ നിർത്തിയപ്പോൾ അതാണല്ലോ അതിന് ആ വക്കത്തിലുള്ള ഹുക്കം. അതിനെ എതിർത്തുകൊണ്ടിട്ട് അപ്പം എന്താക്കണം, അള്ളാഹിനോട് സീർണമായ സമ്പന്നം ചോദിച്ച് ഇസ്തിഖാറത്തൊക്കെ ചെയ്ത് മുശാവറയും ചെയ്തിട്ട് എല്ലാം കൂടെ തീരുമാനമാകുമ്പോഴാണ് എൻ്റെ കാര്യം. അപ്പം എന്നിട്ടോ ആ വക്കത്തിൽ ഉണ്ടാക്കണം എന്ത്? അല്ലാഹു തആല ഇപ്പം വെളിപ്പെടുത്തിയ കാര്യം അല്ലാത്ത മറ്റൊരു കാര്യം. അത് കമാത്തക്കന്തം, അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഫീ ഖൗലി മാ തറക മിനൽ ജഹ്ലി ശൈഅൻ മൻ അറാദ അൻ യുഹദിസ ഫിൽ വഖ്തി ഗൈറ മാ അല്ലാഹു തആല ഫീ എന്ന് മുമ്പത്തെ മക്കളി കഴിഞ്ഞിട്ടുണ്ട്. അതെവിടെയാണ്? മഅശറത്തിൽ മുത്തഖദ്ദി, അവിടെ മുമ്പ് പറഞ്ഞൊരു ഷർത്തുണ്ടേത്. ഇത് ദീനിനോട് മുവാഫിഖാകുന്ന കാര്യമാണെങ്കിലായി പറഞ്ഞിരിക്കുന്നത്. മുവാഫിഖല്ലാത്ത കാര്യമാണെങ്കിൽ ഉടനെ ഒഴിയാൻ വേണ്ടി ശ്രമിക്കുകയും അതിന് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ എന്താ പറയും, അല്ല അങ്ങനെ ആക്കിയാണ് അന്ന് തുടരട്ടെ വെച്ചാൽ കുറ്റക്കാരനാകില്ലേ? അല്ല, അതേതാ മുമ്പ് പറഞ്ഞ ഷർത്ത്? വഹുവ അല്ലാ യകൂന ഫീ ദാലിക മുഖാലഫത്തു അംരിൻ, അള്ളാഹുവിൻ്റെ ഒരമ്രിന് മുഖാലഫത്ത് ഇല്ലാതിരിക്കുക. അല്ലെങ്കിൽ അമിർത്തികാബു നെഹിയൻ, അല്ലെങ്കിൽ ഒരു നെഹിയ ഉണ്ടായിത്തീരുണ്ടാവാം. അത് തുടർന്നാൽ ഒരുപാട് കുറ്റങ്ങൾ വരുന്നുണ്ട്. അല്ലെങ്കിൽ അമ്രിന് എതിരാണ് സ്വീകരിക്കാനില്ല. അല്ലെങ്കിൽ എന്താക്കും, അതിനെ കാണലും ഇടപെടലും വരും, നെഹി വരുമില്ല. എന്നാൽ ഉടനെ ഇതിന്ന് മനസ്സിലാക്കണേ പറഞ്ഞു. റബ്ബനാ അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖദിയത്തിൽ ളാലിമി അഹ്ലുഹാ, പ്രധാനമാർ ദുആയില്ലേ, ആ ദുആൻ അല്ലാഹു തആല അംഗീകരിക്കുകയല്ലേ ചെയ്യുന്നത്.
റബ്ബന അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖറിയത്തിൽ ളാലിമി അഹ്ലുഹാ. ഖറിയത്തെ സിഫത്താണിത്, അതിൻ്റെ അഹ്ലുകാര് ളാലിമീങ്ങളാണ്, അതുകൊണ്ട് നമുക്ക് ദുൽമില്ലാത്തൊരു നാട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഖുർആനിലെ റബ്ബന അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖറിയത്തിൽ ളാലിമി അഹ്ലുഹാ വജഅൽ ലനാ മിൻ ലദുൻക വലിയം വജഅൽ ലനാ മിൻ ലദുൻക നസ്ീറാ. അപ്പോൾ മനസ്സിലായില്ലേ? ഫയംബഗി ലഹു അയ്ളൻ, അത് രണ്ടാമത്തൊരു കാര്യം, അല്ലാ യുആദില ഹുക്മൽ വഖതി, ആ വഖത്തിൻ്റെ ഹുക്മിനോട് മത്സരിക്കാതിരിക്കുക, അതിലൊക്കെ നമ്മുടെ പോയിക്കോളും. എന്നിട്ടോ വയത്തുലുബ മിൻ മൗലാഹു, മൗലാന്റെ വക്കൽ നിന്ന് തേടലും, അല്ലേ, അൻ യുഖ്രിജഹു മിന്നാ, ഇതിൽ നിന്ന് എന്നെ മോചിപ്പിക്കണേ, ഇപ്പോൾ വേണ്ട, ഇതെന്ന് മോചിപ്പിക്കണേ എന്ന് ദ്വാരക്കലും വേണ്ട. കേട്ടോ വയസ്തഅമിലഹു ഫീമാ സിവാഹ, ഇതല്ലാത്ത മറ്റൊരു പണിയിലേക്ക് എന്നെ ഉപയോഗപ്പെടുത്തണേ എന്ന് പറയാനും പറ്റില്ല. എന്തുകൊണ്ടാണ്? അല്ലാഹു തആലാക്ക് ഖൈറ് പഠിപ്പിക്കേണ്ട ഭാവമാണ്. മറ്റേതാ ഖൈറ് നിങ്ങൾ സ്വയം തീരുമാനിച്ചു, അപ്പൊ അല്ലാഹു ഖൈറേതാണ് അങ്ങോട്ട് പഠിപ്പിക്കുന്നത്, അതിനെ സൂല്ലാതെ വല ഖൈറത ലഹു ഫീ ദാലിക, ഇവർക്ക് ഖൈറെന്താണ് ഷർറെന്താണെന്ന് അറിയില്ല. സംഗതി മനസ്സിലാകുന്നുണ്ടോ? ബൽ യംബഗി ലഹു ഹുസ്നുൽ അദബി മഅഹു, അല്ലാഹുവിനോടൊപ്പം നല്ല അദബ് പാലിക്കലാണ് ഇവിടെ വേണ്ടത്. അത് ഉടമ്പടിയായി വലൗ അറാദക്കൻ്റെ മുമ്പ് തന്നിട്ട് അൻ യുഖ്രിജഹു ഫീമാ സിവ ലിയസ്തഅമിലക ഫീമാ സിവഹ. ഇതെന്താ പറയാനുള്ളത്? വലൗ അറാദക്കൻ്റെ അതിൻ്റെ വ്യാഖ്യാനം അടുത്ത് പറയാൻ പോകുന്നത് ഇവന്റെ സ്വന്തം ഇഖ്തിയാറിനേക്കാളും അള്ളാഹുവിൻ്റെ മുറാദാണ് അവിടെ മുൻഗണന കൊടുക്കേണ്ടത്. കണ്ടോ? അങ്ങനെ വന്നാൽ ഒരു ഹാല് കൊണ്ടെന്താക്കും? നീ ഉറപ്പാകും. അള്ളാഹു തആലാക്ക് നിന്നോട് മഹബത്തുണ്ട് എന്ന് തഹഖഖുന്ന ഒരു ഹാലിലേക്കുണ്ട്. അള്ളാഹു തആല ഇഷ്ടപ്പെട്ടതിന് നമ്മൾ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് മഹബത്തുണ്ടാകുന്നതിൻ്റെ തെളിവാണ്. അള്ളാഹു ഇഷ്ടപ്പെട്ടതിന് ഇഷ്ടപ്പെട്ടിരുന്നല്ലോ. സൂറത്തുൽ ഇഖ്ലാസ് പതിവാക്കിയ ഒരു സഹാബിയെ പറ്റി പറഞ്ഞില്ലേ? എന്തെങ്ങനെ പതിവാക്കുന്ന? സൂറത്തുൽ ഇഖ്ലാസ് അള്ളാഹു തആലാക്ക് ഇഷ്ടപ്പെട്ട സൂറത്താണെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹ് ഇഷ്ടപ്പെട്ട ഞാൻ ഇഷ്ടപ്പെട്ടു. അതിന് അള്ളാഹ് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലക്കിനായിട്ട് സാലിഹ ഹദീസാണ്. അപ്പം അള്ളാഹുവിൻ്റെ മുറാദ് കൊണ്ട് പൊരുത്തപ്പെട്ടാൽ അള്ളാഹു തആല ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടായി. അപ്പം അള്ളാഹുവിൻ്റെ ഇറാദത്തും കൊണ്ട് പൊരുത്തപ്പെട്ടവനായി. അപ്പൊ ഇവൻ സ്വയം തിരഞ്ഞെടുക്കുന്നതിനേക്കാണ് ഹൈറായിരിക്കും അത്. ഇത് സത്യം നമ്മൾ ജീവിതത്തിൽ വരുന്നതല്ല. പക്ഷേ ജീവിതം മുഴുവനും എന്താ അൽക്കുത്തായിട്ട് നടക്കുന്നതുകൊണ്ടാണ് ചെയ്യുന്ന പ്രവർത്തനത്തിനൊന്നും ലഭിച്ചില്ലാത്തത്. പള്ളിയിൽ കയറുമ്പോൾ എങ്ങനെ കയറണോ? ഇടത്തേക്കാലോ ഇടത്തേക്കാലോ ഒന്നുമില്ല. എങ്ങനെ പണ്ട് ഒന്നുമില്ല. എല്ലാം അൽക്കുത്ത്, അടുക്കും ചിട്ടയുടെ മോഡൽ എല്ലാ പ്രവർത്തനങ്ങളും പോകും. തൻവീർ ഇമാം സിക്കന്ദരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു കിതാബാണ് തൻവീർ ഫീ ഇസ്നാദിൽ തൻവീർ. അതിൽ പറഞ്ഞത് യുഹ്ക അൻ ബഅദിഹിം, ചില പേജ് മാറിയിട്ടുണ്ടോ? അന്നഹു കാന യഖൂലു, ആ ബഅദ് എന്ന് പറഞ്ഞ ആളെ പേര് പറഞ്ഞിട്ടില്ല. അവർ പറയാറുണ്ട് വദിത്തു ലൗ അന്നനി തറക്തു കുല്ലൽ അസ്ബാബ്, എല്ലാ അസ്ബാബുകളെയും ഒഴിവാക്കിയിട്ട് ആക്കണം എന്നുണ്ടാക്കി ആഗ്രഹിച്ചു. എല്ലാ ദിവസവും 2 ചപ്പാത്തി കിട്ടണം, പിന്നെ കുറച്ച് വെള്ളം കിട്ടിയാലേ. യുരീദു ബിദാലിക, ഇതെന്താ മൂപ്പർ ഉദ്ദേശിച്ചത്? അസ്ബാബിന്റെ താപനത്തോട് റാഹത്താകാതെ കരുതിച്ചു. ബാക്കി സമയം ഇബാദത്തെടുക്കണം. പാല അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ സൂചിത്തു, ഞാൻ ജയിലിൽ ثم
സുമ്മ കൊന്തു ഫിസ്സജിനി, അപ്പൊ ജയിലിലെന്താ ഭക്ഷണം? യുഗത്തായി പുല്ല യോമി, എല്ലാ ദിവസവും 2 ചപ്പാത്തി കൊടുത്തു. അപ്പൊ പാലതാലിക്കാലി അതങ്ങനെ നീണ്ടുപോയിട്ട് ഹത്താ മജർത്തു, ഞാൻ മടിച്ച് ഇവിടുന്ന് അങ്ങനെ കഴിച്ചലായാൽ മതി എന്നാണ്. അപ്പൊ ഫക്കറും ഞാൻ ചിന്തിച്ച് യോമി എന്ത് എനിക്കെന്താ പറ്റിയത്? ഇങ്ങനെ കാലം കഴിച്ചുകൂട്ടല്ലേ, എനിക്ക് കേസെടുക്കൊന്നുമില്ല, നിങ്ങൾ ആക്കിയെന്നോ ഒന്നുമില്ല. ഫക്കീലി, എന്നോട് പറയപ്പെട്ട് എന്നൊക്കെ തലവത്തം ഇന്നാ കുല്ലൊരു റഹീഫൈ, എല്ലാ ദിവസവും 2 റഹീഫ് കിട്ടണമെന്ന് നീ ചോദിച്ചില്ലേ? അങ്ങനെ തന്നില്ലേ? വലം തത്വമെന്നല്ല ആഫിയത്തിനെ ചോദിച്ചിട്ടില്ല. അതോട് പാട്ടയിനാക്ക നീ ചോദിച്ചത് തന്നിട്ടത്. അപ്പൊ അത് തന്നാൽ അത് വേണ്ട, മറ്റൊന്നിലാക്കി അതും വേണ്ട, എന്തെങ്കിലും തീരുമാനം എടുക്കണ്ടേ? വപ്പായത്തേനേകം മാത്രമല്ല ഉത്തരം കിട്ടി. എന്റെ പക്കൽ നിന്നുണ്ടായ അബദ്ധത്തിന് തൊട്ട് ഞാൻ ഇസ്തിഗ്ഫാറിൽ അല്ലാഹുവിലേക്ക് മടങ്ങി. ജയിലിന്റെ വാതിലുണ്ട് മുട്ടുന്നു. ഞാൻ രക്ഷപ്പെട്ടു ഒത്തു. അപ്പൊ പണ്ടത്തെ കച്ചവടത്തിലേക്ക് തന്നെ പോയി. കാല സിക്കന്ദരി ഇമാം പറയുന്നു, ഈ ചരിത്രത്തിൽ നീ പാഠം പഠിക്കാനുണ്ട്. ഒരു കാര്യത്തിൽ നിന്ന് നിന്നെ പുറപ്പെടുവിക്കുകയും അല്ലാത്ത മറ്റൊന്നിലേക്ക് നിന്നെ കയറ്റണമെന്നും നീ തേടണ്ട. എപ്പോഴും നീ ഇപ്പോൾ നിൽക്കുന്ന കാര്യമാണെങ്കിൽ ഇൽമിന്റെ ഭാഷയോട് നിനക്ക് അറിയോട് മുവാഫിക്കാണെങ്കിൽ മുവാഫിക്കല്ലേ എന്നാൽ ഇതിൽ നിന്ന് എന്താക്കണം? രക്ഷപ്പെടുത്താൻ ആ ഒരു കാര്യത്തിൽ അല്ല നിർത്തിയിട്ട് അതിനെ മാറ്റണം എന്ന് പറയുന്നത് സൂല്ലതമാണ്. നീ ക്ഷമിക്കണം. നിന്റെ സ്വന്തം വകയായിക്കൊണ്ട് തന്നെ നീ പുറത്തു ചാടാൻ ശ്രമിക്കാൻ കുറച്ച് ശ്രമം വേണ്ടി വരും. അപ്പൊ തേടിയിട്ട് തന്നടി ജയിലിൽ പിടിച്ചിട്ടില്ലേ? അപ്പൊ വാഹത്തില്ലെങ്കിൽ പോകും കേട്ടോ. ഒരു സാധനം സ്വന്തം വകയായിട്ട് എന്താക്കും? ഉപേക്ഷിച്ചിട്ട് മറ്റൊന്നിലേക്ക് കയറി. നല്ല എന്തിനാണ് ഒഴിവത്? നീ അജീത സർവത്തെ കുറച്ച് ശമ്പള വർധനവ് അല്ലെങ്കിൽ എന്താക്കും? റാഹത്ത് കിട്ടണം. പഴയറ്റാകൂ അവിടെ തളർന്ന് ഞാൻ കഴിഞ്ഞായിട്ട് പറഞ്ഞേ, ഒരു ആസ്പത്രിയിൽ ജോലിയാണ്, എറിഞ്ഞാലെത്താവുന്ന വർഷത്തിന്റെ വലുപ്പമുണ്ടെന്നൊരു പോകുന്നുണ്ട്. അയാളെ വലിയേറ്റി സ്ഥാനവർദ്ധനം കിട്ടാനും ശമ്പളവർദ്ധനം കിട്ടാനും വേണ്ടി വേറെ വേണ്ടെന്നായി കാഞ്ഞങ്ങാട്ടേക്ക് പണിയിട്ടി. അപ്പോൾ രാവിലത്തെ കത്തലും പോയിട്ട് എന്താക്കണം? ഫസ്റ്റ് പട്ടിക്ക് പോകണം, കണ്ണൂർ പോയിട്ട് അല്ലെ പഴയങ്ങാടിക്ക് പോയിട്ട് തിരുവണ്ടിക്ക് പോകണം. ഇത് രാത്രി അപ്പോഴേ കഴിഞ്ഞ് വരും ഉറങ്ങാൻ വേണ്ടി പരിക്കേക്കും വരണം. ഈ പോക്ക് വരവിൻ്റെ ചിലവെത്ര. അപ്പോൾ 500 റുപ്യ 1000 റുപ്യ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ഈ ശമ്പളം ബസ്സുകാരന് ടിക്കറ്റിന് കൊടുത്തു, അല്ലെങ്കിൽ അതിൽ നിശ്ചയം വണ്ടി പഠിക്കേണ്ട ചിലവില്ല, നടന്നാലെത്താവുന്ന സ്ഥലത്ത്. സ്ഥലം ഞാനാകുമായിരുന്നു തിരിച്ചു വരണം. അതെന്നി പറഞ്ഞത് റാഹത്തും സർവത്തും എന്ന് പറഞ്ഞാൽ ഒരു സമ്പത്തിൻ്റെ വർധനവുണ്ട്. എന്നിട്ടോ അവിടെ നല്ല ഭാഗത്ത് ശരിയായ ഭാഗത്ത് തഹസ്സു എന്നാണ്. ഖേദവും പ്രയാസങ്ങളും ഇത് വേണ്ടതില്ലായിരുന്നു. അതെന്തുകൊണ്ടാണെന്നറിയോ? റപ്പൂബത്ത്, അത് ശിക്ഷ കിട്ടിയതാണ്. നിന്റെ അഖ്തിയാറിൻ്റെ വേണ്ടി. ഇൻതഹാനോ കലാമോ തൻവീറിലുള്ള കലാമോ അവിടെ അവസാനിച്ചു. വഹുവ, ആ കഥ ഈ പറഞ്ഞ മക്കാലൻ്റെ ഒരു തഫ്സീർ പോലെയാണ്. അതുകൊണ്ട് ഫലിദാലിക അവളത്തുമോ, അതുകൊണ്ടാണ് ഞാനെന്തെങ്കിലും അതിലൂടെ എടുത്തു വെച്ചത്. അത് ശാരീരികമായി ഒന്നുണ്ടാവുമല്ലോ.
ഇനി മറ്റേ ബക്കത്തുള്ള ഷർക്കാവി നോക്ക്, ഷർക്ക വേണ്ടിയില്ല. ലാ തത്ലുബ മിൻഹു, അള്ളാഹിന്റെ വക്കൽ നിന്ന് നീ ചോദിക്കണ്ട, അൻ യുഖ്രിജക മിൻ ഹാലത്തിൻ, ഒരു ഹാലത്തിൽ നിന്ന് നിന്നെ പുറത്താക്കണം. അത് ദുന്യവിയായ പണിയായാലും കസനാഹത്തി, എന്തോ ഒരു തൊഴിൽ പോലെ, ആ ദീനീയത്തിൻ അല്ലെങ്കിൽ ദീനീയായ ഒരു കാര്യം കത്തലബിയിൽ ഇന്നത്തടതുപോലെ അത് ഒഴിവാക്കിയിരുന്നാക്കണം, ബഹുനാക്കണം. അപ്പോൾ ദീനിയായാലും ചോദിക്കണ്ട, ദുന്യവിയായാലും ചോദിക്കണ്ട. ഇതല്ലാത്ത മറ്റൊന്നിലേക്ക് നിന്നെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ചോദിക്കരുത്. എന്തുകൊണ്ടാണ് എനിക്ക് ചോദിക്കേണ്ടി വരുന്നതിൽ തമഹ്ഫൂമിക്കാൻ നീ ഊഹിച്ചിട്ടുണ്ടാവാം, അന്നമാഹി നീ ഇപ്പോൾ കിടിഞ്ഞുകൂടുന്ന ഒന്ന് ആയിരിക്കും, അത് തടസ്സമാണ്. അൻഹൂദിക്കലി ഹദറത്തി, അള്ളാന്റെ ഹദറത്തിലേക്ക് ഉണർന്ന് പ്രവർത്തിക്കുന്നതിന് തടസ്സമാണ് എന്ന് ഊഹിച്ചതിന് വേണ്ടി. മുമ്പ് നമ്മൾ മുസന്നിഫ് തന്നെ പറഞ്ഞില്ല, അബ്ദുൽ അബ്ബാസ് കുറിച്ച് ലാഹിറായ റസൂൽ ഉപേക്ഷിച്ചിട്ട് നിൽക്കാൻ പറഞ്ഞത്. അന്ന് പോകുന്നതിന് മുമ്പ് ഉത്തരം പറഞ്ഞില്ലേ? അതുപോലെ അതാണ് ഉദാഹരണത്തിന് തലബി ഇൽമിൻ എന്ന് പറഞ്ഞതിൻ്റെ ഉദാഹരണം വെച്ചത്. എന്നിട്ടോ ഫലൗ അറാദക്ക ഐ അഹബ്ബക്ക, അല്ലാഹു തആല നിന്നെ വേണ്ടുക വെച്ചെങ്കിൽ, വകുന്ത മിൻ അഹ്ലിൽ ഇറാദ, നീ ഇറാദത്തിൻ്റെ അഹ്ലുകാരെ കുറിച്ച് പെട്ടതാണെങ്കിൽ, ലസ്തഅമലക, അല്ലാഹു തന്നെ എന്താക്കാൻ വേണ്ടപോലെ ഉപയോഗപ്പെടുത്തി തരും. ഇസ്തിമാലം മഹബൂബൻ ഇൻദഹു, നിന്റെ അള്ളാഹുവിൻ്റെ അടുക്കൽ മഹബൂബായ ഒരു ഇസ്തിമാലിൽ നിന്നുണ്ടാക്കും ആക്കി തരും. എങ്ങനെയാണ്? സാലിഹായ അമാലുകൾ ഈ പ്രവൃത്തി നിന്നുകൊണ്ട് തന്നെ പലതും ചെയ്യാൻ കഴിയും. അപ്പോൾ കച്ചവടങ്ങൾ എന്താക്കാൻ സാധുക്കളെ സഹായിക്കാൻ കഴിയും, സിയാറത്തിനും ഹജ്ജിനും നമ്മളൊക്കെ പോകാൻ കഴിയും. അതൊരു ഒപ്പിക്കല്ലേ. അപ്പം ഇത് മുടക്കമാണ് എന്ന് വെച്ചിട്ട് ചാടാൻ പറ്റില്ല. ഇനി അടങ്ങിയെന്ന് ഒഴിവ് സമയം കിട്ടിയാലോ ബത്താരത്തിലേക്ക് നീങ്ങി ചെയ്യും. അതുകൊണ്ട് നിന്റെ കൽബിനെ ഷുഗലാക്കൽ കൊണ്ട് മുയപ്പിക്കാം. മിൻ ഗൈരി ഇഖ്റാജ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കാതെ കണ്ട് തന്നെ ഇത് വെച്ചുകൊണ്ട് തന്നെ എന്താക്കാം, മറ്റേ തുടർന്നു പോകാം. ബക്കായിക്കല ഹാലത്തിക്കെല്ലത്തി അന്ത അലൈഹി, നീ ഇപ്പോൾ ഏതൊരു ഹാലത്തിലാണോ ആ ഹാലത്തിൻ്റെ നമ്മൾ നിലനിൽക്കുന്നതോടൊപ്പം. ഇത് പറഞ്ഞാൽ അപ്പം എന്തിൻ്റെ ഷർത്താണ് പതാ. ഫഇദാ കാനൽ മുരീദു അലാ ഹാലത്തിൻ ലാ തുവാഫിഖു അർളഹു, ഇവൻ്റെ കറദിനോട് യോജിക്കാത്ത ഒരു ഹാലത്തിലായി. വക്കാനത്ത് മുബാഹത്തം ഫി ശറഇ, അപ്പോൾ ശറഇൽ മുബാഹ ആകുകയും ചെയ്തു. എന്നാൽ അതിനോട് മടുപ്പ് വെക്കാൻ പറ്റൂല, ശറഇന് വേണ്ടിയില്ല. ലാ യംബഗി ലഹു അൻ യറൂമൽ ഖുറൂജ മിൻഹാ, അതിൽ നിന്ന് പുറപ്പെടാൻ ആഗ്രഹിക്കാൻ പറ്റൂല. ബിനഫ്സി, സ്വന്തം വകയായിട്ട്. അന്നേരം എന്ത് സംഭവിക്കും? വയുആല ഹുക്മൽ വഖതി, അല്ലാഹു തആല നൽകിയ ആ വഖത്തിൻ്റെ ഹുക്ം എന്താണ്? അതിൽ അദബ് പാലിച്ചുകൊണ്ട് നിൽക്കലല്ലേ. കമാ മർറ, ഇത് മുമ്പവിടെ പറഞ്ഞ് മാ തറക്കം മിനൽ ജഹലി ശൈഅൻ എന്ന് കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഓതി അതിൽ കഴിയും. വകദാ ലാ യംബഗി ലഹു അൻ യുആല ഹുക്മൽ വഖതി, അങ്ങനെ ആ വഖത്തിലുള്ള ഹുക്ം എന്താ? ഓരോ സന്ദർഭങ്ങളിലും അള്ളാഹു നിന്നെ എന്താക്കണമെന്നൊരു ഹുക്കുമുണ്ടല്ലോ, അതിനോട് മാറുന്ന ചെയ്യാൻ പാടില്ല. വയത്തുൽ മൗലാഹു അയ്യുഖ്രിജഹു മിൻഹ, അതിൽ നിന്ന് മോചിപ്പിക്കണം എന്ന് തേടാൻ പാടില്ല. എന്നിട്ടോ വയസ്തഅമിലഹു ഫീമാ സിവാഹ, അതല്ലാത്ത മറ്റൊന്നിലാണ് എന്നെ ആക്കേണ്ടത് എന്നും പറയണ്ട. അത് പ്രശ്നം എന്താണ്? ലിഅന്ന ഹാദാ മിന തഖ്യീരി അലല്ലാഹി തആല, അല്ലാഹു തആലാക്ക് ഖൈർ പഠിപ്പിച്ചു കൊടുക്കേണ്ട അവസ്ഥ ഒന്നും അല്ലാഹു പഠിപ്പിക്കണം. വലാ ഖൈറത ലഹു ഫീ ദാലിക, ഇവനിക്കാണെങ്കിലോ ഖൈർ തിരഞ്ഞെടുക്കാനുള്ള അധികാരമില്ല. അപ്പം എന്താകും? അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക വഅസ്തഖ്ദിറുക ബിഖുദ്റതിക, പിന്നെന്താണ്? അസ്അലുക മിൻ ഫദ്ലിക അല്ലദീ ഫഇന്നക തഖ്ദിറു വലാ അഖ്ദിറു വതഅലമു വലാ അഅലമു അൻത അല്ലാമുൽ ഗുയൂബ്. അതാണ് നിങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതായിരുന്നുവെങ്കിൽ ഈ ഒന്നും ഉണ്ടാവില്ല. ബൽ യംബഗി അൻ യത്ലബ ഹുസ്നൽ അദബി മഅഹു, അല്ലാഹുവോടൊപ്പം ഹുസ്നുൽ അദബ് തരണേ എന്ന് പറയുന്നു. നീ നൃത്ത വിഷയത്തിൽ എനിക്ക് ഹുസ്നുൽ അദബ് തരണേ,
വഈസാറു മുറാദിഹി അല ഇഖ്തിയാരിഹി, ഇവൻ്റെ ഇഖ്തിയാറും വിട്ടിട്ട് അള്ളാഹുവിൻ്റെ മുറാദ് തിരഞ്ഞെടുക്കാനുള്ള തൗഫീഖ് നൽകണമേ എന്ന് പറയുക. ഫഇദാ അലിമ മിൻഹു മൗലാഹു ദാലിക, അത് അല്ലാഹു തആല അറിഞ്ഞാൽ ഇസ്തഅമലഹു ഇസ്തിമാലൻ മഹബൂബൻ ഇൻദഹു, അള്ളാഹിൻ്റെ അടുക്കൽ തൃപ്തികരമായ ഒരു ഇസ്തിമാൽ ചെയ്യും. മഅ ബഖാഇ അലാ മാ ഹുവ അലൈഹി, കണ്ടാ ഇപ്പം നിലവിലുള്ളതിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് ഫയകൂന ഇദ്ദാക ബിമുറാദില്ലാ, അപ്പം അങ്ങനെ നിന്നാൽ അള്ളാഹുവിൻ്റെ മുറാദിനോടൊപ്പം നിന്നാളെ, ലാ ബിമുറാദിഹി ലിനഫ്സിഹി, ഇവൻ സ്വന്തം നഫ്സിൻ്റെ മുറാദുമല്ല. വഹുവ ഖൈറുൻ ലഹു, അതാണ് ഖൈറ്, മിമ്മഖ്താറഹു, ഇവൻ സ്വന്തം വക തിരഞ്ഞെടുത്തതിനേക്കാൾ. ഇനി ഇബാറത്തിൻ്റെ ശൈലി മാറ്റൽ നല്ലതാണെന്ന് മുബറ പറയുന്നു. എന്ത് ഫലവു കാല, ശർക്കാവിമാമ പറയുന്നു എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ നന്നായിരുന്നു. അമലക്കാന്ന് വേണ്ട, മത്തുലൂബ് കിട്ടാൻ, ആ മത്തുലൂബ് എന്തെങ്കിലായിക്കോട്ടെ, അപ്പോൾ കുറച്ചും കൂടെ അമ്മയല്ലോ. മത്തനിൽ ലസ്തഅമലക എന്ന് പറഞ്ഞില്ലേ, ഇവിടെ നോക്കുമ്പോ ലസ്തഅമലക, ലവിൻ്റെ ജവാബ് ലസ്തഅമലക, അവിടെ എന്താകുന്നത് ഹസനലക്കൽ മത്ലൂബ് എന്ന് പറഞ്ഞിരുന്നത് നന്നായിരുന്നു, കുറച്ചും കൂടെ ആമ്മാവും. അത് ചിലപ്പോൾ ഇബാറത്തിൻ്റെ പറയില്ല, അങ്ങനെ ആക്കണ്ടാവും. മിൻ ഗൈരി ഇഖ്റാജിൻ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ലക്കാന ഔല, ഇബാറത്തിൻ്റെ ശൈലി അതാ നല്ലത്. അതെ, ഇപ്പോൾ ഷാത്തബീന് രാമീയത്തിലുണ്ടാവും ചില വൈറ്റ് മുല്ലാലിൽക്കാരെ ഷറഹെഴുതുമ്പോൾ എന്താകും, ഇങ്ങനെ ആയിരുന്നു എങ്കിൽ നന്നായിരുന്നു എന്നിട്ട് മൂപ്പറിൻ്റെ വായിക വരും. അതുകൊണ്ട് ഷാത്തബീമാവിനെ എതിർത്തോ അല്ലെങ്കിൽ ഓർക്ക് പഠിപ്പിക്കാൻ തോന്നുന്നല്ല, ഓറെ കണ്ട കഴിക്കുന്നുണ്ട് പറയും. ഷാത്തബീൻ്റെ ഖിറാത്തിൻ്റെ അതെങ്ങനെ പറഞ്ഞെങ്കിൽ കുറച്ച് വായികയ്ക്ക് എളുപ്പമുണ്ടായിരുന്നു. എന്താ ഇനി നേരത്തെന്താ പറഞ്ഞത്, മുബാഹാവുകയും ശറഇന് അനുയോജ്യമായ പ്രവൃത്തി ആയാലാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതിന് മഫ്ഹൂം പറയണ്ടേ. അതാ അമ്മാ ലൗ കാന അലാ ഹാലത്തിൻ ലാ തുവാഫിഖു ശറഅ, ശറഇനോട് യോജിക്കാത്തൊരവസ്ഥയിലായി പോയെങ്കിൽ ഫയജിബു അലൈഹിൽ മുസാറഅതു ലൽ ഇന്തിഖാൽ, അതിൽ നിന്ന് രാജിവെക്കാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്നായിരിക്കേണ്ടതാണ്. എന്നിട്ടോ വത്തലബു മിൻ മൗലാഹു, മൗലാനോട് തേടലും അനിവാര്യമാണ്. അയ്യുക്കിലഹു ഇലാമായി, എനിക്ക് പൊരുത്തപ്പെട്ട ഒന്നിലേക്ക് ആക്കി തരണേ. റബ്ബന അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖദീയത്തിൽ ളാലിമി അഹ്ലുഹാ. ഞാൻ ജുമഅക്കലും നടക്കുന്നുണ്ട്. റബ്ബന അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖദീയത്തിൽ ളാലിമി അഹ്ലുഹാ വജഅൽ ലനാ മിൻ ലദുൻക നസീറൻ. അതുകൊണ്ട് ഇന്ന് ജുമാ ശനിയാകാൻ വേണ്ടി എത്ര തലക്കാർ പോകണമെന്നാണ് ഇങ്ങനെ എണ്ണണം. എന്നിട്ട് ഏത് മദ്ഹബിൽ പോകാൻ നോക്കണം. എന്നിട്ട് ഏത് എന്തൊക്കെയാലും മാറ്റിക്കണമോ വേണ്ടിയോ. ഇനി പറയാൻ പോകുന്നത് ഒരു പുതിയ വിഷയം, അത് നാടൻ വിഷയമല്ല, നമ്മുടെ സുലൂക്കുമായി ബന്ധപ്പെട്ടത്. സുലൂക്ക് ഒരു തുടക്കമുണ്ട്, ആ തുടക്കം തുടങ്ങിയാൽ അതിന് അപ്പത്തെ തലയില്ല എന്നാണ്. അങ്ങനെ കൊണ്ട് പോകും. ലാസ്റ്റത്തിനടുത്തേക്ക് വിലായത്തിൽ ഉറുമ, അതോടുകൂടി തീർന്ന വിലായത്തിൻ്റെ ഉറുമ ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ വിലായത്തിൽ ഉറുമാൻ്റെ മേലെ നുബുവത്തുണ്ട്. ഇവൻ നുബുവത്തിൻ്റെ പാതയിലല്ല പോകുമ്പോഴേക്കാണ്. അതവിടെ സ്റ്റോപ്പ് ചെയ്യുന്നില്ലേ, ഖാത്തമുൻ നബിയോടുകൂടി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടോ? ആ, അപ്പം ഈ വിലായത്തുൽ ഉറുമയിൽ നിന്ന് കയറി പോയാൽ സാങ്കല്പികമായി പറഞ്ഞാൽ നുബുവത്തിലേക്ക് എത്തില്ല, അതിനറ്റയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയ പദവിയാണ് റിസാലത്തുൽ ഉളുമ. റിസാലത്തുൽ ഉളുമയിൽ തന്നെ പറയുന്നതാണ് വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ, മുൻകഴിഞ്ഞ നിമിഷത്തിനേക്കാണ് ശേഷമുള്ളത് ഖൈറാണ്, അതിൻ്റെ അപ്പുറമുള്ളത് ഖൈറാണ്, അതിൻ്റെ അപ്പുറമുള്ളത് ഖൈറാണ്. അപ്പം അതിൻ്റെ നിഹായത്ത് അതല്ലേ
തങ്ങൾ ജീവിക്കുന്ന കാലത്തുള്ള പദവിയിലല്ല ഇപ്പോഴുള്ള അതിനേക്കാൾ എത്രയോ ആയിരയിൽ ഓരോ നിമിഷം കഴിയുമ്പോൾ കയറി പോയി. അപ്പോൾ കാലഘട്ടം ഉണ്ടാക്കും മത്സരിക്കുമ്പോൾ. എന്തുകൊണ്ട്? നബി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാനുള്ളത്. അവസാന കാലഘട്ടം പറയും നബിക്ക് ദറജേറിയ കാലത്താണ് ഞാനുള്ളത്. കത്തമ്പഹാബിക്കൽ റസൂൽ, ഓരോ അസദുകളും പരസ്പരം പൊങ്ങച്ചം പറയും ബിക്കാം. അമീർ പറഞ്ഞ വയ്ക്കല്ല. കത്തമ്പഹാബിക്കൽ റസൂൽ വതഅസ്മു ബിക അൽയാഹും ബഅദഹാ അൽയാഹൂൻ. ഒരു ഉന്നത പദവിക്ക് ശേഷം മറ്റൊന്ന് ഇങ്ങനെ കയറിപ്പോയി. അതിന് നിഹായത്തില്ല. ഇപ്പം പറഞ്ഞെന്താണ്ടാക്കും? അമ്മാറത്തിൽ നിന്ന് തുടങ്ങി നോക്ക്. ബിദായത്ത് അമ്മാറത്തിൽ നിന്ന് തുടങ്ങിയാൽ കയറി പോയിട്ട് എന്താക്കണം? ലബ്ബാമത്തിലേക്ക് എത്തണം, പിന്നെ മുൽഹമത്തിലേക്ക് എത്തണം, പിന്നെ മുത്തമൈനത്തിലേക്ക് എത്തണം. മുത്തമൈനത്തിൽ നിന്ന് കയറിയിട്ട് അതിൻ്റെ ഒരു പരിധി എവിടെയും അവസാനിക്കൽ സിദ്ദീഖിയത്തുൽ ഉലമയിലേക്കായിരിക്കും പിന്നെ എത്തുക. അതിൻ്റെ അപ്പുറം പദവി ഉണ്ടല്ലോ. അപ്പോൾ ഒരു സ്ഥാനത്തെത്തിയാൽ ആയി എന്ന് വിചാരിക്കാൻ പറ്റൂല. അതാണ് അവാരിഫിൽ പറഞ്ഞതെന്ന് ഷുഹൂദിൻ്റെ ഒരു മർത്തബ കിട്ടി. എന്നുണ്ടാകല് ഷുഹൂദുൽ അഫ്ആൽ, ആസാറിൽ നിന്ന് ഷുഹൂദുൽ അഫ്ആലിലേക്ക് പോയി, ഷുഹൂദുൽ അഫ്ആലിൽ നിന്ന് സിഫാത്തിലേക്ക് പോയി. അപ്പോൾ ഷുഹൂദുൽ അഫ്ആലിലേക്ക് കിടക്കുമ്പോൾ വലിയൊരു പദവിയാണ് കിട്ടിയെന്ന് എനിക്ക് തോന്നലില്ല. പക്ഷെ അവസാനിച്ച ഇല്ല. അതെന്താണ്? ഈ മർത്തബയിൽ അലിഫ് ഞാൻ പഠിച്ചു എന്ന് വെച്ചോളൂ. അലിഫായി, അലിഫിൻ്റെ തുടക്കം. അതിൻ്റെ അപ്പുറം എന്താക്കി? ഷുഹൂദുൽ സിഫാത്തിലേക്കെത്തിയ ബാഗായി എന്ന് വെച്ചോ. അങ്ങ് തീരട്ടെ. അപ്പം അറ്റമില്ല. അപ്പോൾ ഏതൊരാളും എന്താക്കും? കിട്ടിയിടത്തോളം കൊണ്ട് മതിയാക്കി കഴിഞ്ഞാൽ മടിയന്മാരുടെ ലക്ഷണം. അധ്വാനം അവസാനിക്കുന്നില്ല. അപ്പോൾ ഓരോ ഷോപ്പിലും എന്താക്കും? പല അത്ഭുതങ്ങളും കാണും. ഈ അത്ഭുതങ്ങൾ കാണലാണ് നമ്മുടെ ലക്ഷ്യമെന്ന് വെച്ചാൽ എന്താക്കും? യാത്ര പോകും. അത്ഭുതങ്ങളും കറാമത്തെല്ലാം പലതും കാണും. അപ്പോൾ അവിടെ അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ എന്തായി? ലക്ഷ്യം മുടങ്ങി. അതല്ലല്ലോ നമ്മുടെ ലക്ഷ്യം. അതേതുപോലെ എന്ന് പറഞ്ഞാൽ അടുക്കള വിട്ട് ഇറങ്ങിയിട്ടില്ലാത്ത ഒരു പെണ്ണുങ്ങളെയും കൂട്ടിയിട്ട് ഹജ്ജിന് പോകാം. കോഴിക്കോട് എത്തുമ്പോൾ ഭയങ്കര ബജാറും പല അത്ഭുതങ്ങൾ കാണും. എല്ലാം നോക്കേണ്ടത് എത്തിയിട്ടില്ലേ? എത്തിയില്ലവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എത്തിയിട്ടില്ല. ഇനി ഇവിടുന്ന് അപ്പോൾ അവിടത്തേക്ക് എത്താനുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ജിദ്ദയിൽ ഇറങ്ങിയതിന് ശേഷം ആയി എത്തിയ എനിക്ക് കാബം കാണാനുണ്ട്, പലതും ചെയ്യാനുണ്ട്. അപ്പോൾ പരിചയമില്ലാത്ത ആക്കെന്താക്കും? അല്പം കണ്ടപ്പോൾ എല്ലാം പാസ്സായി നോക്കും. അത് ഏറ്റവും വലിയ മർത്തവ്യം. പണ്ടൊരു മുതലാളൊക്കെ കണ്ട് പൊന്നാനി ഞാൻ ചേർത്തിന് കേൾപ്പം. ഞാൻ ചോദിച്ച് നിങ്ങൾ മുത്താലിമ? ഞാൻ മുത്താലിമ, ഞാൻ പഠിച്ചില്ലേ? എന്തെല്ലാം കിതാബ് പഠിച്ചത്? ഞാനിപ്പോൾ ചൊല്ലിക്കൊടുക്കുന്ന ആളാണ്. അപ്പോൾ ഈ മുത്താലിമാകൽ അവസാനിക്കലുണ്ടാവും. ഇതെന്തെല്ലാം പഠിക്കാൻ ബാക്കിയുണ്ട്? എപ്പോഴും മുത്താലിമാണ്. ആലിമാവുക, ആലിമിൻ്റെ ഹാല് കിട്ടലാണ്. ഇൽമ് തീരൽ എന്നല്ല അതിന് വേന. ആലിമിനുണ്ടാവേണ്ട ഹാലെന്താണ്? ഇന്നമായി അക്ഷരം ഹസിയത്ത് ഉണ്ടാകലാണ് ആലിമായി. ഇതെല്ലാണ് പഠിച്ച കിതാബ് അവസാനിക്കലല്ല. ഞാൻ എന്താന്ന് മുല്ലാക്ഷൻ ഓതിയിട്ടില്ലേ? ചെക്കും മസ്മൂർ വരെ ഓതിയിട്ടുണ്ടേനി, മുഖ്തസർ ഓതിയിട്ടില്ല, പലരും ഭയം വരെ ഓതിയിട്ടുണ്ടേനി, മിന്നാൻ ഓതിയിട്ടില്ലേ, മലയിൽ 3 കിതാബ് ഓതിനി. തീർന്ന ഇൽമ്. അപ്പം ചുരുക്കത്തിൽ അവസാനമില്ല. അപ്പോൾ ഇവൻ ഒരു ഇഖ്ലാസോടുകൂടി നീങ്ങുന്നൊരു മനുഷ്യനാണ്. എവിടെയാണോ സ്തംഭിക്കുന്നത് അവിടെ വെച്ചിട്ട് ഇൽഹാം വരും. മതിയാക്കല്ലേ, എത്രയോ ബൈബിൾ സഞ്ചരിച്ചെത്താനുണ്ട്. മതിയാക്കല്ല എന്നിട്ടുണ്ടാക്കും മുന്നോട്ട് നീങ്ങും. തടിഹവയാണ് നയിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും? അന്നാ മതി. എനിക്ക് കറാമത്ത് കിട്ടിയില്ലേ? പല അത്ഭുതം കിട്ടിയിട്ടില്ലേ? പറഞ്ഞ വാക്കെല്ലാം പോലെ എടുക്കണ്ടല്ല. എത്രയാളാ നൂല് വന്നിരിക്കാൻ വരുന്ന ആയില്ലേ? വിലായത്തിൻ്റെ പുതുമയിലെത്തിയില്ലേ? മക്സൂദ് പൂർത്തിയായി. എവിടെ എത്തിയാലും ഇവിടെ എത്തിയിട്ടില്ല. അതാണ് ഈ പറയുന്നത്.
മാ അറാദത് ഹിമ്മത്തു സാലിക്കിൻ. അല്ല ആ ബക്കത്തിൽ നമുക്ക് മാ അറാദത് ഹിമ്മത്തു സാലിക്കിൻ അൻ തഖിഫ ഇൻദമാ കുശിഫ ലഹാ. ഒരു സാലിക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, അയാൾ ഹിമ്മത്ത് ഉദ്ദേശിക്കും. അൻ തഖിഫ ഇൻദമാ കുശിഫ ലഹാ. ആ സഞ്ചാരത്തിൻ്റെ ഇടയിൽ കശ്ഫ് ചെയ്യപ്പെട്ട പല അത്ഭുതങ്ങളും പല കാഴ്ചകളും പല മാരിഫത്തെല്ലാം കിട്ടിയിട്ട് വരും. ഏതൊരു കോഴിക്കോട്ടങ്ങാടി പോയാൽ കാണല്ല പല അത്ഭുതങ്ങൾ. അതിനേക്കാണ് കാണും ബോംബെയിൽ പോയാൽ. പക്ഷെ നമ്മൾ ലക്ഷ്യത്തിൽ മക്കത്തേക്ക് എത്തിയ ഈ അസനായി സുലൂക്കിൻ്റെ മധ്യത്തിൽ എന്തിനാണ് ഇവർക്ക് പ്രോത്സാഹനം നൽകാൻ അള്ള കൊടുക്കുന്നത്? അവിടെ നിൽക്കാനല്ല. എന്തിനാൽ ആ കശ്മന്ത മിനൽ മആരിഫി വൽ അസ്റാറി വൽ അൻവാർ, മാരിഫത്ത് കണ്ടാലും അസ്റാറും അൻവാറെല്ലാം കാണും. എന്നിട്ടോ ബിഅൻയറ അന്നമാ വസല ഇലൈഹി മിനൽ മഅരിഫത്തി വ ദൗഖിൽ അഹ്വാൽ. അതാ ബിഅൻയറ എന്തിൻ്റെ സൂറത്താണ്? ഈ അൻതഖിഫാൻ്റെ സൂറത്ത്. ഈ ഹിമ്മത്ത് നിന്നു പോവുക എന്നതിൻ്റെ സൂറത്താണ്. മനസ്സിലാ? അൻതഖിഫ ഇൻദമാ കുശിഫ ലഹാ എന്ന് പറഞ്ഞതിന് സൂറത്താണ്, തസ്വീറാണ്. ബിഅൻയറ അന്നമാ വസല ഇലൈഹി, ഇവൻ എത്തിച്ചേർന്ന ഒന്ന് ഇതിനാൽ മിനൽ മാരിഫത്തിനാലും ദൗഖുൽ അഹ്വാലിനാലും മുനാസലത്തുൽ മഖാമാത്ത്, ഒരു മക്കാമിൽ നിന്ന് മറ്റൊരു മക്കാമിലേക്ക് ഇങ്ങനെ സഞ്ചരിക്കലാണ് മുനാസലത്ത്. കണ്ണൂരിൻ്റെ വണ്ടി കയറിയാൽ അടുത്ത മുനാസല എവിടെയാണ്? പാപ്പനശ്ശേരി. അങ്ങനത്തെ വണ്ടിയാണെങ്കിൽ അത് വിട്ടാൽ കണ്ണാവരുണ്ടാവും, അതിൻ്റെ അപ്പുറം വിട്ടാൽ അങ്ങനെ പോകും. ഇതാ മുനാസലാത്തുൽ മഖാമാത്ത്. അപ്പോൾ ഒരവസരത്തിൽ ശുക്രാണെങ്കിൽ മറ്റൊരു അവസരത്തിൽ സബറിലേക്ക്, മറ്റൊരു അവസരത്തിൽ സുഹൂദിലേക്ക്, മറ്റൊരു അവസരം തവക്കുലിലേക്ക്, ഇങ്ങനെ മുനാസലാത്തുൽ മഖാമാത്ത് ഉണ്ടാവും. ഇതെല്ലാം കണ്ട് ഹുവൽ ഗായത്തുൽ ഖുസ്വാ, ഇത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യത്തിൻ്റെ പരമാവധി എന്ന് വിചാരിച്ചാൽ സ്റ്റോപ്പ്, എത്തിയില്ലേ? വന്നിഹായ ഫതഖിഫു ഹിമ്മത്തുഹു ഇൻദഹു, അവിടെ വെച്ച് അവൻ്റെ ഹിമ്മത്ത് എന്താകും? സ്റ്റോപ്പ് ചെയ്യും, സഞ്ചരിക്കൂല. കിട്ടി. അപ്പോൾ 10ാം ക്ലാസ്സിൽ പാസ്സായിട്ട് മതി. പാസ്സായില്ല ഞാൻ, എൻ്റെ കണക്കിൽ ഞാൻ ഉണ്ടാവും. നോക്കുമ്പോൾ അപ്പുറം കോഴ്സ് എത്രയോ ആക്കിയിട്ടുണ്ട്. അത് കണ്ട അവിടെ എന്താക്കും? അവിടെ ഇഷ്ടി വെച്ചിട്ട് അവിടെ മഹബത്തും വെച്ച് അടങ്ങൾ പോകും. കണ്ട പക്ഷേ ഇത് ഒന്നുമില്ലാന്നൊക്കെ, അല്ലെങ്കിൽ ഇതിനേക്കാണ് വലുത് അപ്പുറമുണ്ട്, പക്ഷെ എനിക്ക് സാധിക്കൂല, ഒരു മടി. 10ാം ക്ലാസ് പാസ്സായിട്ടുണ്ട്, എനിക്ക് BA എന്നെ പുറത്താക്കൊന്നും കഴിയില്ല, പിന്നെ തുറന്നു പിടിക്കില്ലല്ല. ഹിമ്മത്ത് പറയും പള്ളി ദർശനമല്ലോ ഒരു കോട്ട വാങ്ങാം, അതാ നിങ്ങൾക്കുണ്ടാവും. അതാണ് ഇത് ഔ യറ അന്നമാ ഫൗഖഹു അഅ്ളമ മിൻഹു കാണുന്നുണ്ടെങ്കിലും ലാകിന്നഹു എന്താണ് യക്കനഅബിദാലിക, ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞുകൂടി. അപ്പം എന്തുണ്ടാവില്ല, മുന്നോട്ട് പോകില്ല. അതന്നെ വയറ അന്ന ഫീഹിൽ കിഫായ, അതിൽ കിഫായത്തുണ്ട്, എപ്പുറം വേണ്ട. ഞാൻ സ്വർഗത്തിൽ കയറാനുള്ളല്ലേ കിട്ടിയില്ലേ, പാസ് മാർക്ക് കിട്ടിയില്ലേ? അപ്പം ഫല യർക്കാ ബിഹിമ്മത്തിഹി, അവൻ്റെ ഹിമ്മത്ത് കൊണ്ട് മേലോട്ട് കയറൂല. ഇനി മറ്റൊന്നെന്താ? ഔ യറ ഖുസൂറ ഹിമ്മത്തി, ഞാൻ റുഖിയും ലിമാ ഫൗഖ, മേലോട്ടേക്ക് പോകാൻ എനിക്ക് ഹിമ്മത്തില്ല. ഒന്നെങ്കിൽ ഇതേ സ്ഥലത്ത് തീർന്നു എന്ന് വിചാരിക്കല്, എല്ലാം അപ്പുറമുണ്ട്, പക്ഷേ ഇതോട് മതിയാക്കും. മൂന്നാമത്തത് ഹിമ്മത്ത് തികയൂല തോന്നിപ്പോ. ഇങ്ങനെല്ലാം വന്നിട്ട് എന്താക്കും? അവൻ്റെ തറക്കി മുന്നോട്ട് പോകുന്ന ആ കയറ്റം കൈ മുടങ്ങുമ്പോൾ എന്താകും? ഇല്ല വനാദത്തു ഹവാതിഫുൽ ഹഖീഖ, ഹഖീഖത്തിൻ്റെ ഭാഗത്തിൽ നിന്നുള്ള അശരീരി ഇവനെ വിളിക്കും. നീ എന്താ വരാത്ത? നീ വയ്ക്കുന്നു പോയാ അൽ ഹവാതിഫുല്ലതി തഹത്തിഫു അലാ ഖൽബിഹി മിൻ ജിഹത്തിൽ ഹഖീഖത്തിൽ ഇലാഹിയ്യ, ഇലാഹിയായ ഹഖീഖത്തിൻ്റെ ഭാഗത്ത് നിന്നാണ് ഇത് വരുന്നത്, ഈ ഹാത്തിഫ് വരുന്നത്. ആളത്താണില്ല. പിന്നെ വയഹ്തമിലു അന്നൽ മാന ഇല്ലാ നാദാഹു ലിസാനു ഹാലിൽ ഹഖീഖ, അത് മറ്റൊരർത്ഥം വെച്ചത്. ഹഖീഖത്തിൻ്റെ ഹാലാകുന്ന നാവ്
ഇവനോട് വിളിക്കും. അല്ലത്തി കുശിഫത്ത് ലഹു സിർറു വജദ ഫി സൈരി, അതാ അവന് സൈരിൽ കശ്ഫ് ചെയ്യപ്പെട്ടത്. അത് വിളിക്കും. ലാ തഖീഫ്, നോട്ടോ, മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്, ഇവിടെ എത്തിയിട്ടില്ല, എവിടെ എത്തിയിട്ടില്ല. അതാ ഫഇന്നല്ലദീ തത്ലുബുഹു, നീ തേടിക്കൊണ്ടിരിക്കുന്ന ലക്ഷ്യം അമാമക, നിന്റെ മുമ്പിലാണ് ഉള്ളത് എന്ന് വിളിക്കും. അപ്പോൾ ഫഇന്നല്ലദീക്ക് കൂട്ടിക്കൊടുത്താൽ ലാ തഖീഫ്. എന്തുകൊണ്ട്? ഫഇന്ന എന്നുള്ളത് തഅലീലൻ, ലാ തഖീഫ് എന്ന നഹിക്കുള്ള തഅലീലാണ്. നീ ഇവിടെ സ്റ്റോപ്പ് ചെയ്യരുത് എന്ന് പറയും. വണ്ടിക്ക് ഇവിടെ പാർക്ക് ചെയ്യരുത് എന്നുള്ളൊരു ഇല്ലത്തുണ്ടാവും. എന്താണ്? ഇവിടെ പള്ളിയിൽ നിന്ന് ആളിനെ കയറി കണ്ട സ്ഥലമാണ് എന്ന് പറഞ്ഞ മാതിരി ലാ തഖീഫെന്ന് മൂപ്പത് ഷറഹി കൂട്ടിയെന്ന ഫഇന്നല്ലദീ തത്ലുബുഹു അമാമക, ആ ജുംല കൂട്ടിച്ചേർക്കാനാണ് അതിൻ്റെ ഇല്ലത്ത്. അത് ഏതാണ്? തത്ലുബു ബഹുവ വുസൂലുക ഇലൽ മൗല, മൗലയിലേക്കുള്ള വുസൂലാണ്. അതിന് യാതൊരു പരിധിയുമില്ല. എത്ര വലിയ പരിധിയിലെത്തിയെന്ന് വെച്ചാലും അവാരിഫിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ അരിപ്പും ഭാവം പഠിച്ചിട്ടില്ല, അത്രയും ആയിട്ടുള്ളൂ. വാദമി റുകൂനി ഖൽബിക ഇലാ ശൈഇൻ സിവാഹു, അല്ലാഹുവിൻ്റെ വുസൂലല്ലാത്ത മറ്റൊന്നിലേക്ക് നിന്റെ കൽബ് ചാഞ്ഞു കളയും. അത് അങ്ങനെ വേണ്ട. അമാമക്, അതതിൻ്റെ ഖബറാണ്. ഇതിൻ്റെ ഫഇന്നല്ലദീ തത്ലുബുഹുവിൻ്റെ ഖബറാണ് അമാമക്. നീ തേടുന്ന വുസൂല് എവിടെ ഉണ്ട്? കുറേ മുമ്പിലാണ് ഉള്ളത്. അതുകൊണ്ട് ഫലാ തഖിഫ് ഇൻദമാ കുശിഫ ലക, നിനക്ക് കശ്ഫ് ചെയ്യപ്പെട്ട കാര്യത്തിൽ ഇവിടെ സ്തംഭിച്ച് കിടക്കരുതേ എന്നുണ്ടാക്കും എന്ന് വിളിക്കും. അങ്ങതിരിഞ്ഞ ഇനി മറ്റൊന്ന് പറയുന്നത്, ലോകത്ത് ഇപ്പം മാനസികമായി ഇവിടെ കശ്ഫ് കിട്ടിയതല്ലേ പറയുന്നത്. ചില അത്ഭുതങ്ങൾ തന്നെ ഉണ്ട്, വലിയ കറാമാത്തുകൾ. അതാണ് ഈ പറയുന്നത്. നീ പറയും പോലെ നമ്മ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താക്കും? ലോകം ഭയപ്പെട്ട മാതിരി ഉണ്ടാവും. കറാമത്ത് അതാണ്. വലാ തബറജത നവാഹിറുൽ മുക്കവ്വനാത്തി, മുക്കവ്വനാത്തിൻ്റെ അർത്ഥം എന്താ? അല്ലാഹു തആല സൃഷ്ടിച്ച വസ്തുക്കൾ ഉണ്ടായി, അതിൻ്റെ ലാഹിറുകൾ ചിലപ്പോൾ ബാത്തിന് ഒത്തോളന്നില്ല. അതിൻ്റെ ലാഹിർ എന്താക്കി എനിക്ക് വെളിപ്പെട്ട് എന്താ എന്നെ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് എല്ലാ മുറാദുകളും ഒക്കെ വരുന്നു. അതാ തസ്ഹീറുൽ ഖൽഖിലൊക്കെ പടപ്പുകൾ എനിക്ക് തസ്ഹീറായി കിട്ടി. ഏത് പടപ്പിനോട് എന്താ പറഞ്ഞാൽ സംഗതി നടക്കേണ്ട പടപ്പുടെ കൂട്ടത്തോടെ വരിക തന്നെ, എല്ലാവർക്കും മഖബൂലായി മാറുക. ഇഖ്ബാലിഹിം അലൈക്ക്, നിന്നിലേക്ക് അവർ മുന്നിട്ട് വരുന്നുണ്ട്. വത്തൗസിയത്തി ഫി ദുനിയ, ദുനിയാവിൽ വലിയ പൈസ സമ്പത്തെല്ലാം കിട്ടുന്നുണ്ട്. വദുഹൂരി ഖവാരിഖിൽ ആദാത്ത്, ഖാരിഖുൽ കറാമാത്തുകൾ വെളിപ്പെടുന്നുണ്ട്. ഇതുപോലൊക്കെ തസ്ഹീലുൽ ഹയവാനാത്ത് തസ്ഹീൽ ചെയ്യപ്പെടുന്നത് പോലെ, വൽ മഷിയലുമായി വെള്ളത്തിൻ്റെ മേൽ നടക്കാൻ കഴിയുന്നവരും, വത്തറബുഹ ഫിൽ ഹവാ, വായുവിൽ ഇരുന്നിട്ട് വിമാനം വരും പോലെ വരും. വൽ ഇത്ലാൽ അസ്റാറുൽ ഖലായിക്ക്, പടപ്പുകൾ അസ്റാറിൻ്റെ മേലെ വെളിപ്പെടും, ഗൈബെല്ലാം സംസാരിക്കും. വഖവാസിൽ വുജൂദ്, അത് ലോകത്ത് അല്ലാഹു തആല പഠിച്ച ഓരോന്നിനും ഓരോ ഖവാസുണ്ട്. ഒരു പച്ചപ്പുല്ലെടുത്താൽ മറ്റേതിനില്ലാത്ത ഒരു ഹവാസ് എന്തോ ഉണ്ടാവും, നമുക്കറിയില്ല. അത് അല്പം മറന്നതുകൊണ്ടാണ് വൈദ്യന്മാർ ഉപയോഗിക്കുന്നത്. ഈ മുറ്റത്ത് തന്നെ കുറേ ചെടികൾ കാണാം. ഉമ്മറാദിക്ക് ദഹദാമ കണ്ടാൽ ഉടനെ ദഹദാമത്ത് മറച്ചു കൊടുക്കും. ഇതിനാണ് അതിൻ്റെ ഹവാസ് ഓർക്കറിയാം. നമുക്ക് പച്ചപ്പല്ല കൊത്തിക്കളയും. ചിലപ്പം വില പിടിച്ച സാധനമാണ്. ബ്രഹ്മി ഉണ്ടാവും ചില നാട്ടിൽ പോയാൽ. നിങ്ങൾ കമ്പയിൽ പോകുമ്പോൾ ബ്രഹ്മി നോക്കുമ്പോൾ എന്നോളം വലിപ്പമുണ്ടാവും ബ്രഹ്മിൻ്റെ ചെടി. ബ്രഹ്മി ഉണ്ടാക്കുക തുലാസിൻ്റെ ഒരു തട്ടിൽ വെച്ച് മറ്റേ തട്ടിൽ പൊന്ന് വെച്ചാലും വില കൊണ്ടൊക്കില്ല എന്ന് പറയും. എന്താണ് അതിൻ്റെ ഹവാസ് അറിയുന്നത്? മുത്തള് അതിൻ്റെ ഹവാസ്. ഇങ്ങനെയുള്ള ഹവാസ് അറിഞ്ഞുകൊണ്ടാണല്ലോ പലരും ആരിഫ്യങ്ങളായ മഹാന്മാരില്ലേ. ബഹുമാനപ്പെട്ട സയ്യിദ് മൗലവി ബുഖാരി തങ്ങളെ പേരെ കൂട്ടിയിട്ട് മുസ്തഫ തങ്ങൾ, ഇബ്ദുള്ള തങ്ങളെ ഉപ്പാൻ്റെ ഉപ്പ മുസ്തഫ തങ്ങൾ. ഇങ്ങനെ ചെടി നോക്കി ആ ചെടീൻ്റെ ഹവാസ് മുഴുവനും മൂപ്പർക്കില്ല. എന്തിനും ഉപയോഗപ്പെടുത്താം, ഒന്നും കളയാതെ മൂപ്പർ നമുക്ക് സൂക്ഷിക്കുകയുള്ളൂ. ഒന്നും കൊത്തിക്കളയാൻ വിടൂല. വൈദ്യര് കടവാക്കാൻ ഇറങ്ങിയാൽ ഒറ്റന്ന് കൊത്താൻ വിടുവോ? ഒന്നും കൊത്താൻ കഴിയില്ല. എക്കത്തെ ഹവാസ് ഉണ്ടാവും. അത് അതിൻ്റെ സ്വന്തം പ്രവർത്തനമല്ല, കൊടുക്കുന്നതും കൊടുത്തിട്ടാണ്.
മനുഷ്യർക്ക് ഉപകാരത്തിന്. അതിൽ അറിയുന്ന ആളുണ്ടാകാം, അറിയാത്ത ആളുണ്ടാകാം. അറിയാത്ത ആളെ കൊത്തിക്കളിയും. പണ്ട് എന്താണെന്ന് കഷായത്തിൻ്റെ മരണത്തിലോ ചടിയും പിടലും വാങ്ങിക്കൊണ്ടാണ്ട് ഒരാൾക്ക് തൂക്കം കൊടുത്തു, 2 ഉറുമ്പിൽ കുട്ടിക്കാന്ന് ഒരാളുടെ കുടിയിൽ. ഇയാൾക്ക് ദേഷ്യം പിടിച്ചു, എന്തോ കാട്ടം പൊടി വർക്കിയിൽ കൊണ്ടുവന്ന് ഒരൊറ്റ ചാടി. അതൊക്കെ പൈസ കൊടുത്ത് വാങ്ങിയ കഷായത്തിൻ്റെ രോഗം കണം തന്നെ ഇങ്ങനെ തട്ടി ഇങ്ങനെ കൂട്ടുന്നില്ലേ, അതെടുത്ത് നമുക്ക് നഷ്ടം വന്നു. എന്നെ വർക്കിയെടുക്കാൻ കഴിയും. ഹവാസ് അറിയുന്ന ആൾ വേറെ, അറിയാത്ത ആൾ വേറെ. ഇതെല്ലാം ഒരാൾക്ക് തിരിയുന്നു. തക്സീരൽ കലീലി മിന തആം, കുറഞ്ഞ ഭക്ഷണം കൊണ്ട് എന്താക്കുന്ന ആയിരക്കാളുകൾക്ക് ഭക്ഷിക്കുന്നു. തയ്യല്ലറുതി, ഭൂമി ചുരുളുന്നു. ഇങ്ങനെ ഇവിടെ നിന്ന് ഒരൊറ്റക്കാലം നോക്കുമ്പോഴേക്കും അക്കത്തെത്തിപ്പോയി. ഇങ്ങനെയെല്ലാം കണ്ടാൽ എത്തുണ്ടെങ്കിൽ എത്തിയൊന്നും വിചാരിക്കണ്ടാന്ന്. അപ്പം എല്ലാവരെ ബഡായി വിട്ടു. ഓനഹമീദാലി, ഇതെന്താന്ന് മിമ്മ തമീലു നഫ്സ് ലഹു, നഫ്സ് അതിലേക്ക് ചായുന്ന കാര്യം. അപ്പോൾ കിട്ടിയെന്നാ തോന്നുന്നു. വൈല്ല വനാദത്തു ഹക്കായിക്കുക, എന്താ ഹക്കായിക്ക് എന്ന് പറയാൻ കാരണം എന്താ, തബറജത്തെ ലവാഹിറൂന്ന് അപ്പുറം വന്നത് ബാഹ്യഭാഗം. മത്തിനു നോക്ക്, മത്തിനും ഷറഹും തമ്മിൽ യോജിക്കണ്ടേ. അദ്ഹറത്ത് ലഹറ ഇല്ല വനാദത്തൊക്കെ ഹക്കായിക്കുക, അതിൻ്റെ ബാത്തിൻ നിന്നോട് വിളിച്ചു പറയുന്നെന്ന്. ഇന്നമാ നഹ്നു ഫിത്നത്തുൻ, നമ്മൾ ഫിത്നയാണ്. ഫലാതക്ഫുർ, അബ്രാൻ്റെ മറ്റേ ഇല്ലേ ഹാബീല് കാബീലിനും അതല്ല, ഹാറൂത്ത് മാറൂത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നമാ നഹ്നു ഫിത്നത്തുൻ ഫലാതക്ഫുർ അയാൾത്തന്നെ ഇക്തിബാസിൽ മുമ്പ്. ഇതൊക്കെ നമ്മൾ ഫിത്നയാന്നേ, ചതിപ്പെടണ്ട, മുന്നോട്ട് പോയി കളിക്കും നോക്കണ്ട. അതാണ് ചെയ്ത്. ബസ്സിൽ കയറി കോഴിക്കോട്ടേക്ക് ട്രാൻസ്പോർട്ട് ബസ് ഓടുമ്പോൾ അവിടെ നിന്ന് ബോൾ കളിക്കുന്നുണ്ട് ഉഷാറായിട്ട്. ബോൾ കളി ഇപ്പോൾ ഈ വണ്ടി കുറച്ച് നിർത്തിയിട്ട് പോകാന്ന് വെച്ചാൽ നിർത്തിയിട്ട് പോകും. ആടെ അപകടം വിളിച്ചിട്ടെന്തല്ലോ ഉണ്ടാവും, 4 പേര് മേലോട്ട് തിരിയുന്നുണ്ടാവും. പക്ഷെ അതിലേക്കൊന്നും ഉണ്ടാക്കൂല, ലക്ഷ്യത്തിലേക്ക് ഒരേ പോകും പാടില്ല. എന്ന് പറഞ്ഞ നിന്നെ പരീക്ഷിക്കുകയാണ്. ഇവൻ ഇതുകൊണ്ട് മതിയാക്കിയിട്ട് സൈഡ് അവസാനിപ്പിക്കോ, സുലൂക്ക് അവസാനിപ്പിക്കുമോ? ഫലാ തക്ഫുർ എന്നാണ്, ഫലാ തഫ്തത്തിൻ, മറ്റേ കുഫറല്ല. ഫലാ തഫ്തത്തിൻ ബിനാ, നമ്മളെ കൊണ്ട് നീ ഫിത്നയിൽപ്പെട്ടു പോകണ്ട. വലാ തഖിഫിന്ദന, ഇവിടെ സ്വബ് ചെയ്യാനും പാടില്ല. വലാ തജ്അൽ നഫ്സക റിഖ്കൻ ലനാ, നിന്റെ നഫ്സിനെ നമ്മളെ അടിമകളാക്കാൻ പറ്റൂല. നമ്മുടെ അടിമയായി നിന്റെ നഫ്സ് മാറാൻ പാടില്ല. അപ്പം എന്താകും, ഫതഹ്തജിബു ബിനാഅനില്ല, നമ്മൾ കാരണത്താൽ അള്ളാഹുവിനെ തൊട്ട് നീ ഹിജാബിലായി പോകും. എൻ്റെ ഉപദേശം എന്നതാലിക്ക് കുഫ്റൻ, അതാണ് കുഫർ പറഞ്ഞത്. ഫലാ തക്ഫുർ എന്ന് പറഞ്ഞത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകണ്ട എന്നല്ല. ലിഹഖിൽ മുൻഇം, മുൻഇമിൻ്റെ ഹക്കിൻ്റെ കുഫ്റായി മാറും. വശുക്റുൽ നിഅമി ബിൽ ഇഖ്ബാലി അലൽ മുൻഇം, മുൻഇമിൻ്റെ മേലിൽ ഇഖ്ബാല് ചെയ്യലാണ് ആ നിഅമത്തിൻ്റെ ശുക്ർ കിടക്കുന്നത്. അപ്പം ശുക്റിൻ്റെ കുറവിനാണ് ഫലാ തക്ഫുർ എന്ന് പറയുന്നത്. ഇവിടെ എന്തായി, നിയമത്തിൻ്റെ ഒപ്പം നിന്നുപോയി. നിയമത്തിൻ്റെ ഒപ്പം നിന്നാൽ മുൻഇമിനെ തൊട്ട് തടയും. കണ്ടോ, അത് അക്സൽ മത്ലൂബിൻ്റെ ഓപ്പോസിറ്റാണ്. അതിൻ്റെ ഉള്ളിലെ ശറഹ് നോക്കിയാൽ മാ അറാദത് ഹിമ്മത്തു സാലികിൻ അൻ തഖിഫ ഇൻദമാ കുശിഫ ലഹാ ഇല്ലാ വനാദതുഹു ഹവാതിബുൽ ഹഖീഖത്ത് അല്ലദീ തത്ലുബു അമാമക വലാ തബറദത് ദവാഹിറുൽ മുകവ്വനാത് ഇല്ലാ വനാദതുക ഹഖായിഖുഹാ ഇന്നമാ നഹ്നു ഫിത്നതുൻ ഫലാ തക്ഫുർ. ഒരു സാലിക്കിൻ്റെ ഹിമ്മത്ത്, അവൻ്റെ കശ്മ ചെയ്യപ്പെട്ട ഉലൂമകൾ, മആരിഫുകൾ അത് കണ്ടിട്ട് മതിയാക്കി. അപ്പം എന്തോ ബാഡ് കട്ടിങ് ഉണ്ട്.
നോക്കാം. എന്താണ് ഇപ്പോൾ ഓരോ നേരം പോകുന്നില്ലല്ലോ, അത് വർക്ക് ചെയ്യുന്നില്ല. വരുന്നില്ല, അത് വയറ് മാറിയിട്ടാ. ഇത് മാറ്റണ അല്ല, അതെന്തുകൊണ്ടിങ്ങനെ കൊച്ച കേൾക്കുന്നുണ്ടോ എന്തോ താറാകുണ്ടല്ലേ. അതാക്കുന്ന ഇത് ഒരാളാ നോക്കാം. ഇത് ബൈക്കിൻ്റെ ആളിൽ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ, ഞാൻ ഒരാളെ വരാൻ പറയുന്നു. നേരം പോകുന്ന പരിപാടിയാണ്. അതെ, അത് ഇതെന്തോ ഒന്നും വർക്കിങ്ങില്ലല്ലോ. അത് കഴിഞ്ഞ ആഴ്ച തറാറുണ്ടായിട്ടില്ലല്ലോ. ഏതാ ഒഴിവാക്കണ്ടത്? എന്താ ഇത് വെക്കല കേട്ട് ഇപ്പം നടന്നേ. പേങ്ങൊണ്ട പോയപ്പോൾ എല്ലാം പ്രശ്നമാടി കിടക്കുന്നു. വേണ്ട, ഇത് മതി. ഇവിടുത്തെ ഈ കാറ്റോടെ കിട്ടില്ല. അപ്പം ഇത് വെച്ചോണ്ട് ഇത് നോക്കാം. പിന്നെ ഉള്ളിൽ ചെറാ നോക്ക്. മാ അറാദത്ത് ഹിമ്മത്തു സാലിക്കിൻ, ഒരു സാലിക്കിൻ്റെ ഹിമ്മത്ത് ഉദ്ദേശിച്ചിട്ടില്ല. എന്തിന്? അന്തഖിഫ, നിൽക്കാൻ, സ്തംഭിക്കാൻ. എവിടെ? ആ സ്തംഭിക്കലിൻ്റെ മിസാല നേരത്തെ പറഞ്ഞത് എന്ത്? എത്തിയതെല്ലാം പൂർണ്ണമായിരിക്കുന്നു, ഇനി ഇതിൻ്റെ അപ്പുറം ഒന്നില്ല എന്ന് വിചാരിക്കില്ല. ഒന്ന്. രണ്ടാമത് അതിൻ്റെ അപ്പുറം ഉണ്ട്, പക്ഷേ എന്നെ കൊണ്ടാവില്ല. അല്ലെങ്കിലോ ഞാൻ അവിടെ തുടർന്ന് പഠിക്കുന്നില്ല
ഇന്ന് അവസാനിപ്പിക്കല് ഇതൊക്കെ സ്റ്റോപ്പായി. എന്നിട്ട് ഇല്ലാ വനാദത്തു ഹവാത്തിഫുൽ ഹഖീഖ, ഹഖീഖത്തെന്ന് ഹഖീഖത്തുൽ ഇലാഹിയത്തിൻ്റെ ഹാത്തിഫ് എന്താക്കും? നിൽക്കരുതേ, മുന്നോട്ട് 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 എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് കൽബിൽ ഇൽഹാമായിട്ട് വരും, അതിന് ഷൗക്കാന്ന് വിരിക്കുന്നു. അല്ലദീ തത്ലുബു, നീ തേടുന്ന ആ വുസൂല് അമാമക്കാൻ. അല്ലദീ തത്ലുബു മുബ്തദാൻ്റെ ഖബറേത് അമാമക്, അമാമക്. വലാ തബറജത് ലവാഹിറുൽ മുക്കവ്വനാത്ത്, സൃഷ്ടിജാലങ്ങളുടെ ലാഹിർ നിനക്കെന്താക്കി നല്ല ചമഞ്ഞിട്ട് വന്നത് എനിക്ക് അനുകൂലമായിട്ട്. അതാണ് ലാഹിർ എന്നാണ് പറഞ്ഞത്. ഇല്ലാ വനാദത്തക്ക് ഹക്കായിക്കുഹ, അതാണ് ഹക്കായിക്ക് വിളിച്ചു പറയും. അപ്പോൾ ലാഹിർ കാട്ടുന്ന ഒന്ന് വേറെ ആയിരിക്കും, ബാത്തിന് വലിക്കുന്നത് മറ്റൊന്നായിരിക്കും. എന്ത്? ഇന്നമാ നഹ്നു ഫിത്നത്തും ഫലാ തക്ഫുർ എന്ന് പറഞ്ഞില്ലേ? അതിന് മുമ്പ് കേട്ടോ, അതിന് ഇബാറത്ത് കഴിക്കുന്ന നോക്ക്. അസ്സായിറു ഇലല്ലാഹി തആല, അല്ലാഹു തആലയിലേക്ക് സൈർ ചെയ്യുന്ന ഒരാൾക്ക് യതജല്ലാ ലഹു ഫി അസ്നാഇ സുലൂക്കിഹി, സുലൂക്കിൻ്റെ മധ്യത്തിൽ അയാൾക്ക് തജല്ലിയാകും അൻവാറുൻ, പല അൻവാറുകൾ. വതബ്ദു ലഹു അസ്റാറുൻ, അസ്റാറുകൾ എന്താക്കും? അവനിക്ക് വെളിപ്പെടും. അപ്പം ഫൈൻ അറാദത്ത് ഹിമ്മത്തുഹു, അവൻ്റെ ഹിമ്മത്ത് ഉദ്ദേശിച്ചു അൻ തഖിഫ ഇൻദമാ കുശിഫ ലഹ മിൻ ദാലിക്, ഈ അസ്റാറിനാലും അൻവാറിനാലും കണ്ട വിമൽ എന്താക്കാണ്? സ്റ്റോപ്പ് ചെയ്യാൻ. എന്തുകൊണ്ടാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്? ലേറ്റിഖാദി അന്നഹു വസലീലൽ ഗായത്തുൽ ഖുസ്വ വന്നിഹാത്തി മിനൽ മാരിഫ, മാരിഫത്തിനാലും അള്ളാഹുവിൻ്റെ ഖുർബിനാലും എത്തേണ്ടതൊക്കെയെല്ലാം പൂർത്തിയായി എത്തി, ഇതിൻ്റെ അപ്പുറം ഇല്ല എന്നങ്ങ് തോന്നി. ഇല്ല നാദത്തുഹു ഹവാത്തിഫുൽ ഹഖീഖ, ഹഖീഖത്തിൻ്റെ ഹാത്തിഫ് വിളിച്ചു പറയും. അൽ മത്ലൂബുല്ലദീ തത്ലുബു, നീ തേടിക്കൊണ്ടിരിക്കുന്ന മത്ലൂബ് അമാമക, നിൻ്റെ മുമ്പിലാണുള്ളത്, എത്തിയിട്ടില്ല. ഫജിദ്ദ ഫി സൈർ വലാ തഖിഫ്, സൈർ നീ കഠിനാധ്വാനം ചെയ്തോ, മുന്നോട്ട് മുന്നോട്ട്. അത് എന്തിൻ്റെ ഇബാറത്തായി? മാ അറാദത്ത് ഹിമ്മത്തു സാലിക്കൻ അൻ തഖ്ശിഫ തഖിഫ ഇൻദമാ കുശിഫ എന്ന് പറഞ്ഞ് ഇനി വലാ തബർറജത്താ പറയേണ്ടത്. വലാ തബർറജത്ത്, അതാ ഫൈൻ തബർറജത്ത് ലഹു ലവാഹിറുൽ മുക്കവ്വനാത്ത്, നമുക്ക് സൃഷ്ടിജാലങ്ങളുടെ ലവാഹിർ അവനിക്ക് വെളിപ്പെട്ട് ബിസീനത്തിഹ, അതിൻ്റെ ഭംഗി കൊണ്ട്. അവർക്ക് എല്ലാവരുടെ പക്കത്തും വലിയ പോരിശാക്കുന്നുണ്ട്, കൈബ് പറയുന്നുണ്ട്, ആൾക്കൂട്ടം അങ്ങോട്ട് വരുന്നുണ്ട്, അവിടെ ഒരാളുണ്ട് പോലും എന്നിട്ടെല്ലാം വണ്ടിയും കണ്ടിരിക്കുന്ന വരുന്നുണ്ടാണ്. ഇതന്നെയാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ യാത്ര തീർന്നു. സമാല ഇല ഹുസ്നിഹ വജമാലിഹ, എന്നിട്ട് ഈ മുക്കവ്വനാത്തിൻ്റെ ഹുസ്നിലേക്കും ജമാലിലേക്കും ഇവനെന്തായി? ചാഞ്ഞു കളഞ്ഞു. മനാദത്തുഹു, അവനെ വിളിക്കും. ഹക്കായിക്കുഹൽ ബാത്തിനത്തു, ആ ഹക്കായി മനസ്സിലല്ലേ? മറ്റേത് ലവാഹിറുൽ മുക്കവനാത്താ പറഞ്ഞിരിക്കുന്നത്. ഇന്നമാ നഹ്നു ഫിത്നത്തും ഫലാ തക്ഫുർ, അതുകൊണ്ട് വഗമ്മിൽ ഐനൈക അൻ ദാലിക, അതിനെ തൊട്ട് രണ്ട് കണ്ണും അങ്ങ് ചിമ്മിക്കും, നോക്കാൻ പാടില്ല. വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ എന്ന് പറഞ്ഞില്ലേ? വലാ തൽതഫിത് ഇലൈഹി, അതിലേക്കൊന്നും നോക്കാൻ പാടില്ല. എന്താണ്? വദുൻ അലാ സുലൂക്കിക വസൈരിക, നിൻ്റെ സുലൂക്കിലും സൈറിലും നീ എന്താക്ക്? ഉറച്ചിരിക്കുക എന്ന് പറയും, തുടരണം. സൈറും സുലൂക്കും ഒന്നാണോ രണ്ടാണോ? രണ്ടാം. സൈറ് എന്ന് പറഞ്ഞാൽ കൽബിൻ്റെ ഹാലാണ്. ആ കൽബിൻ്റെ ഹാലിനെ തൊട്ട് ഇവൻ്റെ വാക്കിലും പ്രവർത്തനങ്ങളും പ്രകടമാകുന്ന ഒന്നാണ് സുലൂക്ക്, അല്ലേ? അമ്മ സൈറു ഫഹിയ ഇബാറത്തുൻ അൻ തഅല്ലുഖിൽ ഖൽബി ബിഹദ്റത്തിർ റബ്ബി സുബ്ഹാനഹു വ തആല. സൈർ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഇബാറത്തുൻ അൻ തഅല്ലുഖിൽ ഖൽബി, കൽബിൻ്റെ തഅല്ലുഖാണ്. എവിടത്തേക്ക്? ബിഹദ്റത്തിർ റബ്ബി, റബ്ബിൻ്റെ ഹദ്റത്തിലേക്കുള്ള തഅല്ലുഖ്. സുലൂക്ക് എന്താക്കുക? ആ തഅല്ലുഖ് വന്നാൽ പിന്നെ കൃത്യമായ നിസ്കാരം, നോമ്പ്, അത് ഇത് ദിക്ർ ഫിക്ർ അതിലേക്ക് പോകും, അത് സുലൂക്ക്. അപ്പോൾ സൈറില്ലാതെ കണ്ട് സുലൂക്കുണ്ടായാൽ ഉണ്ടാവില്ല, ഉസൂലുണ്ടാവില്ല. സുലൂക്കില്ലാതെ കണ്ട് സൈറ് പൂർത്തിയായും ചെയ്യില്ല, ആശ വച്ച് കിടക്കാന്നേ ഉള്ളൂ. അപ്പോൾ ഇപ്പം ഇന്നുള്ള എല്ലാം സുലൂക്കുകാർ ഇഷ്ടം പറഞ്ഞിട്ട്, പക്ഷേ സൈറില്ല. തവജ്ജുഹ്, തവജ്ജുഹുൽ ഖൽബി എന്നല്ലേ പറഞ്ഞത്. ഇപ്പം ചെല്ലലും പാടലും ഭയങ്കരമുള്ള പരിപാടികളൊക്കെ ഉണ്ടാകുമല്ലോ, സുലൂക്ക് ഇനങ്ങൾ. അത് നീയത്ത് നന്നാണെങ്കിൽ, പക്ഷെ ഉള്ളിലെന്തില്ല? സൈർ നടക്കുന്നില്ല. അതിൽ തന്നെ ഉറച്ചിരിക്കണം.
വഅലം അന്നഹു മാദാമത് ലക ഹിമ്മത്തും വഇറാദത്തുൻ, നിനക്ക് ഹിമ്മത്തും ഇറാദത്തും ഏകദേശം ഒന്ന് തന്നെയാണ്. ഇറാദത്തിൻ്റെ വിട്ടുവീഴ്ചയില്ലാത്ത ഇറാദത്താകുമ്പോൾ ഹിമ്മത്ത് എന്ന് പറയും. അത് മുമ്പ് ഓതിയിട്ടുണ്ട്. ഇവിടുന്ന് കടലായി ഓതിയത് തുടക്കത്തിൽ. അത് ഉള്ള കാലത്തോളം ഫാന്ത ബാദു ഫി തരീഖി, നീ തരീഖിൽ തന്നെയാണുള്ളത്. ലം തസിൽ, വസൂലായിട്ടില്ല. കണ്ടോ? വലൗ ഫനീത അൻഹുമാ, ആ ഹിമ്മത്തും ഇറാദത്തിനെ തൊട്ട് ഫനാഗ് വന്നാൽ വസൽത്ത, എനിക്ക് വസൂൽ വന്നെന്ന് പറയാം. വമാ ഹസന ഖൗല ശൈഖ് അബുൽ ഹസനി തുസ്തരി എന്നാണ്, ഷുസ്തരി എന്നാണ് അവിടെ ശരിയായ ഇബാറത്ത്. ഷുസ്തരി അവർക്ക് ബൈത്താണ്. ആ ബൈത്തിന് ഇബ്നു തങ്ങൾക്ക് ഷറഹുണ്ട്. വലാ തൽതഫിത് ഫിസ്സൈരി ഗൈറൻ ഫകുല്ലു മാ സിവല്ലാഹി ഗൈറുൻ ഫത്തഖിദ് ദിക്റഹു ഹിസ്നാ സലാത്തും വതസ്ലീമുൻ അലൽ മുസ്തഫൽ മുഖ്താരി ഖൈരിൽ. വലാ തൽതഫിത് ഫിസ്സൈരി, സൈറിൻ്റെ അവസരത്തിൽ നീ തിരിഞ്ഞു നോക്കാൻ പാടില്ല. ഖൈറൻ, നിന്റെ ലക്ഷ്യമല്ലാത്ത മറ്റൊന്നിലേക്ക് തിരിഞ്ഞു നോക്കാൻ പാടില്ല. ട്രാൻസ്പോർട്ട് വണ്ടി വിട്ടാൽ മതി തന്നെ. അവിടെ കളിയുണ്ടാവും, ചിരിയുണ്ടാവും, ബോൾ കളിയുണ്ടാവും, സർക്കസ് ഉണ്ടാവും, പല അജായിബുകളുണ്ടാവും. ഒന്നും ഡ്രൈവർ നോക്കൂലല്ലോ, വിടലന്നല്ലേ. അപ്പം ഈ ഖൈറെന്തെന്നാ? ഫകുല്ലുമാ സിവല്ലാഹി ഖൈറുൻ, അള്ളാഹു അല്ലാത്ത എല്ലാം ഖൈറാന്നുണ്ട്. അപ്പോൾ ഒന്നിലേക്കും തിരിഞ്ഞു നോക്കണ്ടെന്നായി. അതുകൊണ്ട് ഫത്തഖിദ് ദിക്റഹു, അള്ളാഹുവിൻ്റെ ദിക്റിനെ നീ മുറുകെ പിടിക്കണം. ഹിസ്നൻ, അതൊരു കോട്ടയായിട്ട്, മറ്റൊന്നും കയറാൻ പറ്റാത്ത രീതിയിൽ കോട്ടയായിക്കൊണ്ടെന്താക്കണം? ദിക്റിനെ മുറുകെ പിടിക്കണം. വകുല്ലു മഖാമിൻ ലാ തകും ഫീഹി ഇന്നഹു ഹിജാബും ഫജിദ്ദത് സൈറ വസ്തൻജിദിൽ ഔനാ. വകുല്ലു മഖാമിൻ, ഏതൊരു മഖാമാവട്ടെ, ലാ തകും ഫീ, അതിലൊന്നും നീ നിൽക്കാൻ പാടില്ല, സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. ഇത് കാരണം ഇന്നഹു ഹിജാബുൻ, അത് ഹിജാബാകുന്നു. അതുകൊണ്ട് ഫജിദ്ദത് സൈർ, സൈറിനെ നീ സ്പീഡ് കൂട്ടണം. ഇതാ ജദ്ദ ബിഹി സൈറു, തങ്ങൾ ഇഹ്റാം കെട്ടിയ ബാബി കാണാൻ ഇതാ ജദ്ദ ബിഹി സൈറു, ഒട്ടകം നടന്നു തുടങ്ങിയിട്ട് ആകുന്ന അവസരത്തിലല്ലേ. വസ്തൻജിദിൽ ഔന എന്ന് പറഞ്ഞാൽ അതിന് സഹായമാകുന്ന കാര്യമെല്ലാം നീ തേടി പിടിച്ചോ. സ്തഞ്ചത ഔന്. വമഹ്മാ തറാ കുല്ലൽ മറാതീബി തുജ്തലാ അലൈക ഫഹിൽ അൻഹാ ഫഅൻ മിസ്ലിനാ ഹുൽനാ ഫഹുൽനാ ബണ്ട് ഹാല യഹൂലു. വമഹ്മാ തറാ കുല്ലൽ മറാതിബി, എല്ലാ മർത്തബകളും നിനക്ക് പ്രകടമായി വരുന്നപ്പോൾ എങ്ങനെ കാണുന്നത്? തറാൻ്റെ രണ്ടാം മഫൂലാണ് തുജ്തല അലൈക്, എൻ്റെ മേൽ വെളിപ്പെട്ട് വരുന്നത്. എന്നാൽ ഫഹുൽ അൻഹ, അതിനെ തൊട്ട് നീ തെറ്റി മാറിക്കോന്ന് വന്നു എന്ന് വെച്ചിട്ട് നിൽക്കണ്ട. ഫഅൻ മിസ്ലിഹ, അതുപോലത്തെ എത്ര കണ്ടാളോ നമ്മൾ ഹുൽന നമ്മൾ തെറ്റിയിട്ടുണ്ടല്ലോ എന്ന് മുസന്നിഫൻ മിസാലായിട്ട് പറയുന്നു. ഇങ്ങനത്തെ എത്രയോ അനുഭവം നമുക്കുണ്ട്. അതെല്ലാം അംഗീകരിക്കാതെ കണ്ടു ഒഴിഞ്ഞു മാറിയാ ചെയ്തത്. വഖുൽ ലൈസ ലീ ഫീ ഗൈരി ദാതിക മത്ലബുൻ ഫലാ സൂറത്തുൻ തുജ്ലാ വലാ തുർഫത്തുൻ തുജ്നാ. വഖുൽ, നീ പറയണം, ലൈസ ലീ, എനിക്കില്ല, ഫീ ഗൈരി ദാതിക, നിന്റെ ദാത്തിലല്ലാതെ മറ്റൊന്നില്ല, മത്ലബുൻ, ഒരു മത്ലബും എനിക്കില്ല. അതുകൊണ്ട് ഫലാ സൂറത്തുൻ തുജ്ല, വെളിപ്പെടുന്നൊരു സൂറത്തും ഇവിടെ വേണ്ട. വലാ തുർഫത്തുൻ തുജ്ന, പുതുതായി ഉണ്ടാകുന്ന അത്ഭുതകരമായ സാധനത്തിനാണല്ലോ പറിച്ചെടുക്കല്. നമ്മളെ വായ കൊലച്ചിട്ടുണ്ട്, തേങ്ങ പൂത്തെന്ന് പറഞ്ഞു, അതിനോട് പുതുമ്പുണ്ടാവുമല്ലോ. അങ്ങനത്തെ ഒന്നും ഇവിടെ നമുക്ക് വേണ്ട. ചുരുക്കത്തിൽ ആകർഷിക്കുന്ന മനുഷ്യന്മാർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മുടെ സ്വീകരിക്കൂല എന്നാണ് പറഞ്ഞു. വലഖദ് റഅയ്തു ലി സയ്യിദി അബുൽ ഹസൻ അശ്ശാദിലി റളിയല്ലാഹു അൻഹു, ഞാൻ കണ്ടിട്ട് കലാമൻ ഹസനൻ, ഒരു കലാമ് ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ മുനാസിബൻ ലിമാ ദക്കറഹുൽ മുഅല്ലിഫു, ആര്? സിക്കന്ദരി ഇമാം പറഞ്ഞതിനോട് യോജിക്കുന്നു. ആരായി? മൂപ്പറ പേരക്കുട്ടി എന്ന് പറയാ, തെറോയ്ക്കിലുള്ള പേരക്കുട്ടി, നസബിലല്ല. എന്താ പറഞ്ഞത്? ഹുന, എന്തിനാണ്? മിന തറക്കി ഫിൽ അഹ്വാൽ, അഹ്വാലിലുള്ള തറക്കിനാലും വളുഹൂറൻ നഖ്സ് ഫി റുഅയത്തിൽ കമാൽ, കമാലിനെ കാണുന്ന വിഷയത്തിൽ പോരായ്മ വെളിപ്പെടുന്ന വിഷയത്തിലും അത് മുന്നോട്ട് പോകണം.
ഇപ്പോൾ കണ്ടെടുത്തോളം മതിയായിട്ടില്ല. ഫറഅയ്തു അൻ അദ്കുറഹു ഹാന, അബുൽ ഹസൻ ഷാദിലി തങ്ങളുടെ കലാമ് ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ബിനസ്സിഹി, അതങ്ങനെ തന്നെ എടുത്തു വെക്കാൻ. എന്തുകൊണ്ടാണ്? ലിമാ ഫീഹി മിൻ സനിയിൽ ഫവായിദി, മേത്തരം ഫവായിദുകൾ അതിലുണ്ട്. വശറൈഫിൽ മഖാസിദ്, മേരിയ മഖ്സൂദുകളും അതിലുണ്ട്. അതുകൊണ്ട് പറയാണ്ടിരിക്കാൻ പറ്റൂല. ഖാല റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആര്? അബുൽ ഹസൻ ഷാദിലി തങ്ങളിൽ സംസാരിക്കുന്നു. ഇലം അന്നക ഇദാ അറദ്ത അൻ യകൂന ലക നസീബുൻ മിമ്മാ ലിഔലിയാഇല്ലാഹി തആല, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് നൽകപ്പെട്ട കാര്യങ്ങളിൽ ഒരു നസീബ് നിനക്ക് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? അതാ ചോദ്യം. ഔലിയാക്കൾക്ക് അള്ളാഹു തആല നൽകിയ ഒരുപാട് മാരിഫത്തും അൻവാറും അസ്റാറൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്നുള്ള ഒരു അംശം നിനക്ക് കിട്ടാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഫഅലൈക, ആദ്യം എന്താ വേണ്ടത് ചെയ്യേണ്ടത്? ബിറഫ്ലിന്നാസ്, ജനങ്ങളെ അങ്ങോട്ട് ഒഴിവാക്കണം. ജനങ്ങളെ ബഹുമാനിക്കലോ അതാക്കൽ ഇതാക്കലോ ഉറക്കം നമ്മ നിന്നാൽ ഒന്നും നടക്കും, തടഞ്ഞിടും. അപ്പം എല്ലാവരും ചാടണമെന്നാ. പക്ഷെ ഒന്ന്, ഇല്ലാ മൻ യദുല്ലുക അലല്ലാഹി തആല, അള്ളാഹിന്മേൽ അറിയിക്കുന്നൊരു വ്യക്തി ഉണ്ടെങ്കിൽ അവർ ഒഴിച്ച് ആളെ കൂട്ടിപ്പിടിച്ചോ. അതാണ് നേരത്തെ വന്ന വസ്തൻജിദിൽ ഔന, നേരത്തെ പറഞ്ഞില്ലേ? വസ്തൻജിദിൽ ഔന, ഔന എന്ന് പറഞ്ഞാൽ സഹായിക്കുന്ന ആക്കല്ലേ പറയുന്നത്. ആ അള്ളാഹിൻ്റെ മേൽ അറിയിക്കുന്ന ആളാരെങ്ങനെ? ബി ഇഷാറത്തിൻ സാദിഖ്, സത്യമായ ഇഷാറത്ത് കൊണ്ട് അറിയിക്കും. വഅമാലിൻ സാബിത്തത്തിൻ, അല്ലെങ്കിലോ നല്ല അമാലുകളെ കൊണ്ട് അറിയിക്കും. ലാ യൻഖുദുഹാ കിതാബും വലാ സുന്ന, കിതാബോ സുന്നത്തോ എതിർത്തിട്ടില്ലാത്ത അമാലുകളെ കൊണ്ട് എന്താകുന്നില്ല. അപ്പോൾ സാലിഹായ വ്യക്തിയായിരിക്കും നയി. എന്നിട്ടോ അപ്പം ജനങ്ങൾ ഒഴിവാക്കിയ വഅഇദ് അനി ദുനിയാ ബിൽ കുല്ലിയ, ദുനിയാവിനെ തൊട്ട് മുഴുവനും നീ അവഗണിക്കണം കേട്ടോ. വലാ തകുൻ മിമ്മൻ യുഅരിദു അൻഹാ, ആ അവഗണിക്കുന്നതിനാണ് ദൈവത്താശയം അല്ലാതെ വല്ലത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്. ഇവൻ വലിയ ഔലിയായിട്ട് കഴിഞ്ഞാൽ കുറേ സമ്മാനപ്പൊതികളെ രാജ്യം വരുമല്ല, അതാകാൻ പാടില്ല. മനസ്സിലായില്ല തോന്നുന്നുണ്ട്. അതാ വലാ തകുൻ മിമ്മൻ യുഅരിദു അൻഹാ, ദുനിയാവിനെ തൊട്ട് ഏറാതാക്കുന്നവനാകാൻ പാടില്ല. യുത്താശയം അലാ ദാലിക ബൽ കുൻ ഫീ ദാലിക അബ്ദുല്ലാഹ്, അവിടെ അള്ളാഹിൻ്റെ അബ്ദായിക്കൊണ്ടാണ് ഒഴിവാക്കേണ്ടത്. അമറക്ക, അള്ളാഹു ആ സയ്യിദായ അള്ളാഹു തആല കൽപ്പിച്ചിട്ടുണ്ട്. അൻ തർഫുദ അദുബഹു, അള്ളാഹുവിൻ്റെ അദുബായ ദുന്യാവിനെ ഒഴിവാക്കാൻ. അവൻ്റെ കൽപ്പനയ്ക്ക് വൈപ്പെട്ടിട്ട് വേണം എന്താക്കാൻ, ഒഴിവാക്കാൻ. അല്ല ചാടിയുണ്ട്. ഒരു എന്താന്ന് കൊതുകിൻ്റെ ചിറകിൻ്റെ വേല പോലും കൽപ്പിച്ചിട്ടില്ല എന്നല്ലേ പറഞ്ഞു. ഫഇൻ അതൈത ബിഹാതൈനിൽ ഖസലതൈൻ, ഈ പറയപ്പെട്ട രണ്ട് ഖസലത്ത് നീ കൊണ്ടുവന്ന് എന്തല്ലോ, ഒന്ന് ജനങ്ങളെ വിടുക, ദുനിയാവിൽ ചാടുക. അതല്ല അൽ ഇറാദു അനിന്നാസ് വസ്സുഹുദ് ഫി ദുനിയ, ജനങ്ങളെ ഒഴിവാക്കലും സുഹുദും. അനി അവിടെ നിന്ന് എന്താക്കണം? വേറെ പണി തരാനാവുന്നു. ഫാഖിം അല്ലാഹ്, അള്ളാഹിനോടൊപ്പം നീ നിലനിർത്തുക. അൽ മുറാഖബ, കണ്ട ബിൽ മുറാഖബ, അതെ. ഫാഖിം അല്ലാഹി ബിൽ മുറാഖബ, മുറാഖബ കൊണ്ട് അള്ളാഹിനോടൊപ്പം നിൽക്കുക. എൻ്റെ വിശദീകരണം പറയും. വൽത്തിസാമി തൗബത്തി ബിസി ആയാതി, ആയത്തോടു കൂടി എന്താക്കണം? തൗബനെ മുറുകെ പിടിക്കുക. തൗബ ചെയ്തിട്ട് വീണ്ടും പാപത്തിലേക്ക് മടങ്ങി തൗബ പൊളിയാൻ പാടില്ല, അവിടെ തന്നെ നിൽക്കണം. അത് ഇസ്തിഖാമത്ത്. വൽ ഇസ്തിഗ്ഫാർ, എത്ര? മൂന്നാമത്തേത്. വൽ ഇനാബ വൽ ഖുദൂഉ ലിൽ അഹ്കാമി ബിൽ ഇസ്തിഖാമ, അള്ളാഹുവിൻ്റെ അഹ്കാമിന് വേണ്ടി കീഴൊതുങ്ങുക ഇസ്തിഖാമത്തോടു കൂടി. അപ്പോൾ 4 എണ്ണമായി. ഇനി പറയാം, ഈ 4 എണ്ണം അവരുടെ ഇസ്ലാഹായത് കൊണ്ട് നമുക്ക് വേണ്ട പോലെ തിരിഞ്ഞിട്ടില്ല. നോക്കറാ, ഈ തൗബൻ്റെ അപ്പുറമുള്ളതാണ് ഇനാബത്ത്. തൗബൻ്റെ അപ്പുറം ഇനാബത്തോടു കൂടിയുള്ള ഇസ്തിഗ്ഫാർ. വെറും ഇസ്തിഗ്ഫാർ മാത്രം പോരാ. പിന്നെ അപ്പോൾ 4 എണ്ണയില്ലേ? വതഫ്സീറു ഹാദിഹിൽ വുജൂഹിൽ അർബഅത്തി, ഈ 4 കാര്യത്തിൻ്റെ തഫ്സീർ എന്താണെന്നാണ് പറയാൻ പോകുന്നു. നമുക്ക് അൻ തഖൂമ അബ്ദൻ ലില്ലാഹി അല്ലേ, അതിലെന്താണ്? ഫീമാ തഅതി വമാ തദറു, നീ കൊണ്ടുവരുന്ന കാര്യമാവട്ടെ, പ്രാവർത്തികമാക്കുന്ന കാര്യമാവട്ടെ, ഒഴിവാക്കുന്ന കാര്യമാവട്ടെ, അള്ളാഹിൻ്റെ അബ്ദായിക്കൊണ്ട് എന്താക്കണം? കൊണ്ടുവരികയോ ഒഴിവാക്കുകയോ ചെയ്യണം. കണ്ടോ? അപ്പോൾ ഏതാണ്? ഫാഖിം മഅല്ലാഹിൻ്റെ മാനിയായി.
ഇനി ബിൽ മുറാഖബത്താണ്. വതുറാഖിബു ഖൽബക അല്ലാ യറാ ഖൽബക ഫിൽ മംലകതി ശൈഅൻ ലിഗൈരിഹി. അള്ളാഹുവിൻ്റെ ഈ ലോകത്തെ അള്ളാഹുവിൻ്റെ ഗൈറൽ മിൽക്കിൽപ്പെട്ട സാധനമല്ലാതെ എൻ്റെ കൽബിടൊന്നും കാണാൻ പാടില്ല. ഈ ലോകം മുഴുവൻ അള്ളാഹിൻ്റെ സ്വത്താണെന്ന് കാണും. ലിഗൈരി. അപ്പോൾ ഇവിടെ എന്തായി? ഇഖാമത്തും മഅല്ലാഹി ബിൽ മുറാഖബത്തായി. അപ്പോൾ ഫഇൻ അതൈത ബിഹാദാ, ഇത് കൊണ്ടുവന്നാൽ നാദതക ഹവാതിഫുൽ ഹഖി മിൻ അൻവാരിൽ ഇസ്സി, അള്ളാഹുവിൻ്റെ ഹദറത്തിൽ നിന്നുള്ള അൻവാറിൽ നിന്ന് ഹക്കിൻ്റെ ഹാത്തിഫിനെ വിളിക്കും. ഇന്നക ഖദ് അമീത അൻ തരീഖിർ റുഷ്ദി, റുഷ്ദിൻ്റെ തരീഖിൽ നിനക്ക് കുരുട് ബാധിച്ചിട്ടുണ്ട്, പൂർണ്ണമായിട്ടില്ല. മിൻ ഐന ലക്കൽ ഖിയാമു മഅല്ലാഹി ബിൽ മുറാഖബത്തി, മുറാഖബയോടുകൂടി അള്ളാഹുവിൻ്റെ ഖിയാമ് നിനക്ക് ഏടുന്ന് സാധിക്കും? നിൻ്റെ സ്വന്തം വകയാൽ സാധിക്കൂല. വഅൻത തസ്മഉ, നീ കേൾക്കുന്നുണ്ടല്ലോ, ഖൗലുഹു, അള്ളാഹുവിൻ്റെ ഖൗല്, വകാനല്ലാഹു അലാ കുല്ലി ശൈഇൻ റഖീബ. അച്ചടി കൊല്ലി വിട്ടുപോയി. നീ എല്ലാ സാധനത്തിൻ്റെ മേലും അള്ളാഹ് റഖീബാണ് എന്ന ഖൗല് കേട്ടിരിക്കേ അള്ളാഹുവിനോടൊപ്പം നിനക്ക് എങ്ങനെയാണ് മുറാഖബ കൊണ്ട് നിൽക്കുക? അപ്പോൾ ഫഹുനാലിക യുദ്രികുക മിനൽ ഹയാ, അപ്പം നിനക്കൊരു ഹയാ ബാധിക്കും. എന്താ ഹയാ? മാ യഹ്മിലുക അല തൗബ, തൗബൻ്റെ മേൽ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഹയാ. അപ്പോൾ എന്താക്കും? അടുത്ത കാര്യം ഇൽത്തിസാമു തൗബത്തിലേക്ക് എത്തി. കണ്ടാ? മിമ്മാ ലനൻത അന്നഹു കരീബുൻ, അതാ അവൻ കരീബാണ്, ഈ മനുഷ്യൻ കരീബാണ് എന്നുള്ളതിൽ എന്താക്കി നീ തന്നെ ചെയ്ത വകയില്ലേ? ഫൽതസാമു തൗബത്തി ബിറിആയത്തി ലിഖൽബിക്, അതിൻ്റെ വ്യാഖ്യാനം പറയുന്നു. രണ്ടാമത്തല്ലേ അത് വരിക? രണ്ടാമത്തല്ലേ? അഖിം മഅല്ലാഹി ബിൽ മുറാഖബ ഒന്ന് കഴിഞ്ഞ് വൽതിസാമു തൗബത്തി ബിറിആയ രണ്ടാമത്തതാണ്. അതെന്താണ്? അല്ലാ യഷ്ഹദ ദാലിക മിൻക, അത് നിൻ്റെ വക്കൽ നിന്നാണ് ഉണ്ടായത് എന്ന് വിചാരിക്കുമ്പോണ്ട ബിഹാലിൻ. അപ്പം നിൻ്റെ ഹൗല് കൊണ്ടും കുമ്പത്ത് കൊണ്ടുമാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന് നീ തോന്നാനേ പറ്റൂല. ബൽ ബിഹൗലിഹി വഖുവ്വതി, അങ്ങനെ തോന്നിയാൽ ഫതഊദു ഇലാ മാ ഖറജത അൻഹു, നീ ആദ്യത്തിലേക്ക് തിരിച്ചു പോകും. ചുരുക്കത്തിൽ മുത്തബത്തി മിനൽ ഹൗലി വൽ ഖുവ്വ. ഫൈൻ സഹത്ത് ഹാദിഹി മിൻക, ഇത് സഹിയായി വന്നാലോ നാദത്തുകൽ ഹവാത്തിഫു ഐലൻ മിൻ ഖിബലിൽ ഹഖി സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്ത് നിന്ന് ഹവാത്തിഫ് വിളിക്കും. അത്തൗബത്തു മിൻഹു ബദത്ത്, കണ്ടോ? തൗബ അവൻ്റെ വക്കൽ നിന്ന് വന്നതാണ്. വല്ലിനാബത്തു മിൻഹു തത്ബഉഹ, ഇനാബത്ത് അതിനോട് താബിയായിട്ട് അവൻ്റെ വക്കൽ നിന്ന് തന്നെ വരും. അപ്പോൾ തൗബക്ക് അപ്പുറമാണ് ഇനാബത്ത്. ഇപ്പോൾ മനസ്സിലായില്ലേ? ഇനി വഷ്തിഖാലുക ബിമാ ഹുവ വസ്ഫുൻ ലക, നിൻ്റെ വസ്ഫ് കൊണ്ട് നീ ശുഗലാവൽ ഹിജാബുൻ അൻ മുറാദിക്, അത് ഹിജാബ് നിൻ്റെ മുറാദിനെ തൊട്ട് ഹിജാബാകുന്നു. ഫഹുനാക തൽഹറു ഔസാഫുക, അപ്പം നിൻ്റെ ഔസാഫ് വെളിപ്പെടുമ്പോൾ ഫതസ്തഈദു ബില്ലാഹി മിൻഹാ, അതിനെ തൊട്ട് നീ അള്ളാഹുവിനോട് കാവലിനെ തേടും. അപ്പം ഫതഖ്ദു ഫിൽ ഇസ്തിഗ്ഫാരി വൽ ഇനാബ, ഇസ്തിഗ്ഫാർ ഇനാബത്തിലേക്ക് എത്തി. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ എന്താ? വൽ ഇസ്തിഗ്ഫാർ തലബുസ്സത്രി മിൻ ഔസാഫിക, നിൻ്റെ ഔസാഫിനെ തൊട്ട് മറയിടണം എന്ന് തേടലാണ്. വബിർ റുജൂ ഇല ഔസാഫി, അള്ളാഹിൻ്റെ ഔസാഫിലേക്ക് മടങ്ങുക. ചുരുക്കത്തിൽ ഹൗലും കുവ്വത്തും എനിക്കില്ലാന്ന് തീരുമാനിക്കുന്നു. ഫൈൻ കുന്ത ബിഹാദിഹി സിഫത്തി, ഈ സിഫത്ത് മുറുകെ പിടിച്ചാൽ അനിൽ ഇസ്തിഗ്ഫാറ വൽ ഇനാബത നാദാക അൻ ഖരീബിൻ, അടുത്ത് തന്നെ വിളിക്കും. ഇഖ്ലാലി അഹ്കാമി, അപ്പോഴത്തേക്ക് എത്തി. വൽ ഖുദൂഇ ലിൽ അഹ്കാമി ബിൽ ഇസ്തിഖാമ എന്ന് പറഞ്ഞ 4-ാം നമ്പറിലേക്ക് എത്തി. വദ അൻക മുനാസഅത്തി, എന്നോട് എതിരായി നിൽക്കുക എന്നത് പറ്റ ഉപേക്ഷിക്കണം. വസ്തഖിം മഅ ഇറാദത്തി, എൻ്റെ ഇറാദത്തിനോടൊപ്പം നീ ചൊവ്വാവണം. ബി റഫ്ളി ഇറാദത്തിക, നിൻ്റെ ഇറാദത്തോട് വിളിച്ചെന്നെ. വഇന്നമാ ഹി റുബൂബിയ്യത്തുൻ തവല്ലത് ഉബൂദിയ്യതൻ വകുൻ അബ്ദൻ മംലൂകൻ ലാ തഖ്ദിറു അലാ ഷൈഇൻ, കണ്ടാ? നീ ഒരു മംലൂക്കായ അബ്ദാണ് എന്ന് വിചാരിക്കണം. നിനക്കൊന്നും കഴിയൂല. ചുരുക്കത്തിൽ ഇവൻ്റെ ളുഅഫും ഇവൻ്റെ ഫഖറും ഇവൻ്റെ അസലിലേക്ക് മടങ്ങി. ഞാൻ ആരാന്ന് ചോദിച്ചാൽ ഞാൻ ഒന്നുമല്ല. ഇത് ഒന്നും ഉണ്ടാവില്ല. അപ്പം ഫമതാ റഅയ്ത മിൻകൽ ഖുദ്റത,
കുതിറത്തൻ എന്തെങ്കിലും ഒരു കുതിറത്ത് നിൻ്റെ വക്കൽ നിന്ന് ഉണ്ട് എന്ന് എനിക്ക് തോന്നിയെങ്കിൽ വക്കൽ തുയിലേക്ക് ഇലേ എന്നാൽ നീ നടത്തിക്കോ എന്ന് പറയും. എന്നാൽ പിന്നെ നടത്തിക്കോ. കണ്ടാ വാനബിക്കുല്ലി ഷൈനരീൻ ഫൈൻ സഹലക്ക. അപ്പോൾ ഒന്നിന് ശേഷം ഒന്നായിട്ട് ഇങ്ങനെ കുളത്തിക്കാണ് 4 മക്കാമാത്ത് വരുന്നത്. ഫൈൻ സഹലക്ക ഹാദൽ ബാബ്, ഈ ബാബ് നിനക്ക് ശരിയായി. വലസിംതഹു, അങ്ങനെ അഷ്റഫ്ത മിൻ ഹുനാക അലാ അസ്റാറിൻ, അവിടെ വെച്ച് ഒരുപാട് അസ്റാറുകളെ മേൽ നീ വെളിപ്പെടും. ലാ തകാദു തസ്മഉ മിൻ അഹദിൻ മിനൽ ആലമീൻ, ലോകത്തിലുള്ള ഒരാളെ വക്കൽ നിന്നും കേട്ടിട്ടില്ലാത്ത അസ്റാറുകൾ നീ പറയുന്നതായിട്ട് എനിക്ക് ബോധ്യപ്പെടാമെന്നു. 4 മക്കാമത്തിൽ പറഞ്ഞത്. ഇതിന് കുറച്ചും കൂടി വിശദീകരണം എവിടെ ഉണ്ടെന്നറിയോ? ലത്തായിഫുൽ മിനനിലുണ്ട്. അത് ലത്തായിഫുൽ മിനനി മൂപ്പറ തന്നെ ഇബ്നു താല സിക്കന്ദരി തങ്ങളെ നമ്മൾ ചെറിയ ചെറായി വായിച്ചിട്ടില്ല. അത് വായിച്ചാ? അത് വായിച്ചാനല്ല, അത് വായിച്ചു. ഇനിയിപ്പോൾ തുടങ്ങിയാൽ തീരുവോ? മനുഷ്യൻ്റെ പക്കൽ നിന്ന് പല തലബുണ്ടെന്നാണ് പറയുന്നത്. തലബിൻ്റെ ഉദ്ദേശങ്ങൾ അവിടെ അള്ളാഹിനോടൊന്നും ചോദിക്കണ്ടെന്നല്ല പറയുന്നു. എന്ത് കാര്യം വെച്ച് നോക്കിയാലെല്ലാം ഒരു മോശമായ അവസ്ഥയിലേക്ക് എത്തുന്നു. പിന്നെ ആകെ ഉള്ളതേ ഉള്ളൂ, നീ എന്നോട് തേടാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ തേടുന്നു. ബോധ്യത്തിന് വേണ്ടി തേടല്. എനിക്കറിയാത്തത് കൊണ്ടല്ല. അമ്രന് വൈപ്പെടൽ, അതാണ് തല. എന്തെല്ലാം തലബ് പറയാ? തലബുക്ക മിന്നു ഇത്തിഹാമുല്ലഹു. അപ്പോൾ അതെന്തായി? ഒരു മോശമായി മാറി. പിന്നെ അതിനപ്പുറം വായിച്ചാൽ തലബുക്ക ലഹു ഗൈബത്തുൻ അൻക മിൻഹു, 2 വതലബുക ലിഗൈരിഹി ലിഖല്ലത്തി ഹയായിക മിൻ 3 വതലബുക മിൻ ഗൈരിഹി ലിവുജൂദി ബുദിക 4. ഈ 4 തലബിനും പ്രശ്നങ്ങളിടുന്ന ആ ചെറിയ മോളോട് ചേർന്ന് നോക്ക്. തലബുക മിൻ ഇത്തിഹാമുല്ലഹു, അവൻ്റെ വക്കൽ നിന്ന് തേടലെന്താണ്? അവനെപ്പറ്റി തെറ്റിദ്ധരിക്കലാണ് എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ കുട്ടികൾക്കെല്ലാം ഭക്ഷണം ഉണ്ടാക്കി വെച്ച് എനിക്ക് ഭക്ഷണം തരണ്ടേ എന്ന് പറഞ്ഞാൽ തരാത്ത ആളാന്ന് തോന്നിക്കലില്ലേ? നിങ്ങൾ കുട്ടികൾക്ക് ഭക്ഷണം തയ്യാറാക്കി, അല്ല ഉമ്മ ആക്കി ഉപ്പയാക്കി കുട്ടികൾക്ക് കൊടുക്കാൻ അല്ലേ? ഒരു കുട്ടി പറയുന്ന എനിക്ക് ചോറ് തരണേന്ന്, എനിക്ക് തരാൻ തന്നെ ഇവിടെ ആക്കിയേ. അപ്പം ആ ചോദ്യത്തിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഞാൻ തരാണ്ടാക്കിയേക്കോ എന്നൊരു തുഹമത്തുണ്ട്. കൊടുക്കാനേ ആവോ? അപ്പം മേയ്ക്കിന് റെസ്റ്റ് കൊടുത്തതാ. അപ്പോൾ ആ തലബിൻ്റെ കോട്ടം മനസ്സിലായില്ലേ? നമ്മക്കാർ തയ്യാറാക്കി തന്നിട്ട് അത് തരണേന്ന് പറയൽ അർത്ഥമില്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് എന്തിനാണ്? എന്നെ കൂട്ടാൻ വേണ്ടി വണ്ടി വന്നു, മജീദായിക്ക് വണ്ടി ഉണ്ടെന്ന് നോക്കാം, എന്നെ നിങ്ങളുടെ വണ്ടി കയറ്റണേന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ അതിലെന്തുണ്ട്? ഞങ്ങൾ തരൂല എന്നുള്ളൊരു ഇത്തിഹാമതിനുള്ളിലുണ്ട്. അങ്ങനൊന്നില്ലെന്ന്. അത് തന്നെയാണ് തലബുക്ക മിന്നു ഇത്തിഹാമുല്ലഹു, ആ ദൂഷ്യമുള്ളതുകൊണ്ട് ആ രൂപത്തിൽ ചോദിക്കാൻ പാടില്ലാന്ന്. പിന്നെ എന്തേ ബാക്കിയുള്ളൂ? നിനക്കറിയാത്തതോട് പഠിപ്പിച്ചു തരാനാ? അതും വേണ്ടല്ല. പിന്നെന്താന്ന് ചോദിക്കാൻ വേണ്ടി ഉദൂനീന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അമ്രന് വൈപ്പെടുന്ന ചോദ്യമായിരിക്കണം എന്നാണ്. അതാ സോഫിയാക്കടെ ചോദ്യം. ഉത്തരം മനസ്സിലായിനാ? അപ്പോൾ തീരെ തലബ് വേണ്ട എന്നല്ല ഇവർ പറഞ്ഞതിൻ്റെ അർത്ഥം. തലബിൻ്റെ ഉദ്ദേശം നന്നാകണമെന്ന്. അതാ തലബുക മിൻ ഇത്തിഹാമുല്ലഹു. നോക്ക്, യഅനി അന്നൽ മുരീദ യംബഗി ലഹു അൻ യസ്തഗില ഫീ ഹാലി സുലൂക്കി, സുലൂക്കിൻ്റെ അവസരങ്ങളിൽ അവൻ ശൂലാവേണ്ടത് എന്താണ്? ബിമാ യുഖദ്ദിബുഹു മിൻ മൗലാ, മൗലാനോട് അടുപ്പിക്കുന്ന കാര്യം എന്തെല്ലുണ്ടോ അതെല്ലാം ശൂലാവുക. മിനൽ അഅമാലി സാലിഹ, സാലിഹ അമലിനാലി. വലാ യശ്ഗലു ഖൽബഹു ബിത്തലബി ലിശൈഇൻ മിനൽ അശ്യാ, എന്തെങ്കിലും വസ്തുക്കളെ ചോദിച്ചുകൊണ്ട് അവൻ്റെ കൽബ് ശൂലാക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ലിഅന്ന ദാലിക മദ്മൂമുൻ, അത് ആക്ഷേപകരമാണ്. ഖാതിഉൻ അനില്ലാഹി തആല, അല്ലാഹനെ തൊട്ട് നിന്നെ അകറ്റുന്ന കാര്യമാണ്. എന്തുകൊണ്ട്? ഫഇന്ന തലബക മിൻഹു, നീ ഒരു ഉദാഹരണം പറയുന്നത്,
അവൻ്റെ പക്കൽ നീ തേടുന്ന അയ്യറുസുഖ ബിൽ കൂത്ത് ഭക്ഷണം തരാൻ വേണ്ടിയിട്ട്. അല്ലതീ യുഈനുക സൈരിക്ക നിൻ്റെ സൈറിൻ്റെ സഹായകമായ ഭക്ഷണം തരണേന്ന് തരാണ്ടിക്കുവോ പിന്നെ ഞാൻ തരണമെന്ന് പറഞ്ഞു. വഅൻ യുബസ്സി അലൈക റിസ്ഖ നിൻ്റെ റിസ്ഖ് വിശാലമാക്കണമെന്ന് തേടൽ തുഹുമ്മത്തം മിൻക നിൻ്റെ പക്കൽ നിന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ലഹു അവനെ സംബന്ധിച്ച്. എന്തിന് ബി അന്നഹു ലാ യർസുഖുക അവൻ ചോറ് തരാണ്ടെന്നൊക്കെ ഒന്നൊരു പേടി. എന്നെ പറയുന്നത് മജീദ് എന്നെ കൊണ്ടുവന്നിട്ട് എന്നെ കയറ്റിട്ടേ പോവുക എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. സംഗതിനാ ഇത് ലൗ വസിഖത ബിഹി ഫി ഈസാലി മനാഫിഇഹി ഇലൈക മിൻ ഗൈരി സുആലിൻ ചോദ്യം ഇല്ലാത്ത തരത്തിൽ തന്നെ നിനക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിക്കും എന്ന വിഷയത്തിൽ വസൂക്കുണ്ടെങ്കിൽ വതയക്കൻത അന്നഹു ആലിമൻ ബിഹാജത്തിക നിൻ്റെ ഹാജത്ത് കൊണ്ട് അറിയുന്നവനാണ് എന്ന് നിനക്ക് യക്കീനുമുണ്ടെങ്കിൽ ഖാദിറുൻ അലാ ഈസാലിഹാ ലക നിന്നിലേക്ക് എത്തിക്കാൻ പിന്നെ കുദറത്തുമുണ്ട് എന്ന് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ. ഇപ്പം എന്തെല്ലാം ഉണ്ട് ഇവിടെ? 3 സിഫത്ത് വന്നിട്ടുണ്ട്. ഒന്ന് കുദറത്ത്. എന്തിനുള്ള കുദറത്ത്? അത് നിന്നിലേക്ക് എത്തിക്കാനുള്ള കുദറത്ത് അവനുണ്ട്. പിന്നെ നിനക്ക് വിശക്കുന്നുണ്ട് അല്ലെങ്കിൽ നിനക്ക് ഇന്നതിന് ആവശ്യമുണ്ട് എന്നുള്ള ഇൽമും അവനുണ്ട്. മറ്റൊന്നോ അവൻ ഏറ്റിട്ടുമുണ്ട്. ഏറ്റുള്ളോ എനിക്ക് കുതിരത്തില്ലെങ്കിൽ ആ ഏറ്റ കാര്യം പാലിക്കാൻ കഴിയൂല, അറിയും വേണം. അപ്പം 3 സിഫത്ത് കൊണ്ട് നീ വിശ്വസിച്ചവനാണെങ്കിൽ പിന്നെ ചോദിക്കൂലല്ലോ. ഇബാർത്ത് മനസ്സിലായി. ലമാ തലബത്ത മിന്നു ഷൈ ഒന്നും നീ ചോദിക്കുകയില്ല. ആ ലമാ എന്നുള്ളത് എന്തിൻ്റെ ജവാബാന്ന്? മുമ്പൊരു ലവ് ഉണ്ട്. ഇത് ലവ് വസീഖത്ത എന്നൊരു ലവ് ഉണ്ട്. ലവിൻ്റെ ജവാബാണ് പറഞ്ഞത്. അള്ളാഹുവിൻ്റെ 3 സിഫത്തിൽ നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞ ഖുർആൻ കുറച്ച് നോക്കിയാൽ 3-4 സിഫത്തുണ്ടല്ലോ. 6 സിഫത്തുണ്ടാകും. ആവർത്തനം ഒഴിവാക്കിയാൽ 4 സിഫത്തെത്തും. അത് വെച്ചാൽ ഖുർആൻ മുഴുവനുമായി. ഖുർആൻ്റെ ചർച്ച മുഴുവൻ അതിലടങ്ങി. അപ്പോൾ എത്ര സിഫത്താണ് പറഞ്ഞത്? 1 ഇൽമ് എന്ന ആദ്യത്തിൽ നിനക്ക് ഇന്ന ആവശ്യമുണ്ട് എന്നെന്താക്കി അള്ളാഹു തആലക്ക് അറിവുണ്ട്. അത് തരാൻ ഒരു കുട്ടിക്ക് മുലപ്പാലാണ് വേണ്ടത് എന്ന് അള്ളാഹ്ക്ക് അറിയില്ലേ? ആ മുലപ്പാൽ എന്താക്കും ഉമ്മയിൽ കൂടി കൊടുക്കാൻ അള്ളാഹ് കഴിയൂലേ? അപ്പോൾ കുഞ്ഞേണ്ട മുലപ്പാൽ തരണേന്ന് പറയില്ലേ? ഉമ്മാനോടും പറയൂല, കൊടുക്കാൻ ഏൽപ്പിച്ചു പോയി. അപ്പോൾ ആവശ്യത്തിന് കൊടുക്കാൻ വേണ്ടി എന്താക്കി ഇൽഹാമിങ് വരും. ലമാ തലബത മിൻഹു ശൈആൻ. അപ്പോൾ അത് തെറ്റിദ്ധാരണയുടെ ഒരു എന്തെന്നാന്ന് ഒരു സൂചന അന്ന വാക്കിൻ്റെ ഉള്ളിലുണ്ട്. സമയമാ 10 മിനിറ്റേ ഉള്ളൂ. ഇനി വതലബുക ലഹു നിന്നെ തരണേന്നാണ് പറയുന്നത്. കരീബ ഒരാളെ നീക്ക് തരണേന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? അപ്പം മുഴുതുണ്ടെന്നില്ല അർത്ഥം വന്നു നോക്ക്. വതലബുക ലഹു. അപ്പോൾ രണ്ടാമത് ആക്ഷേപാർഹമായ തലബ് ഏതാണ്? ബിഅൻ തത്ലുബ ഖുർബക മിൻഹു അവനോടുള്ള ഖുർബിനെ നീ തേടുന്നു. ആ ഖുർബുണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ അള്ളാഹു തആല എന്താക്കിയത്? ഖുർആൻ ഇറക്കിയതും അമ്പിയാക്കളെ അയച്ചതും ഇന്ന പണിയെടുക്കണമെന്ന് പറഞ്ഞതും. വസവാലുൽ ഹിജാബി അൻക ഹത്താ തുഷാഹിദഹു ബിഐനി ഖൽബിക നിൻ്റെ കൽബിൻ്റെ മുമ്പിൽ കണ്ണുകൊണ്ട് എന്താക്കണം? മുഷാഹദ കിട്ടാൻ വേണ്ടിയിട്ട് ഹിജാബ് നീക്കണം എന്ന് തേടൽ. ഗൈബത്തും മിൻക മിൻഹു അൻക കേട്ടോ. അവൻ്റെ പക്കൽ ഗൈബത്തുമ്മൽ അറിയിക്കുന്നുണ്ട്, മറഞ്ഞവനാണെന്ന് അറിയിക്കും. അതാ ഇതിൽ ഹാദിറുലായത്തിൽ. ഇപ്പോൾ ഹാദിറാണെങ്കിൽ പിന്നെ തേടണ്ടല്ലോ. മൂപ്പർ എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. അല്ല അപ്പം നിസാർ നവാസ് ഉസ്താദ് കൊടുത്തോ? തേടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഇല്ല എന്ന് തോന്നിപ്പിക്കുന്നില്ല. ഇവിടെ എവിടെയോ മാലി ലാ അറൽ ഹുദ ഹുദ അം കാന മിനൽ ഗായിബീൻ. അവിടെ തേടിയെന്തിനാന്ന്? മാലിയ ഫതഫഖദ തൈറ ഫഖാല മാലിയ ലാ അറൽ ഹുദ അം കാന മിനൽ ഗായിബീൻ. ഞാനെന്താണ് ഹുദുഹുദിനെ കാണാത്തത്? എൻ്റെ കണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടാണോ? എല്ലാം മൂപ്പർ സ്ഥലത്തില്ലാത്തത് കൊണ്ടാണോ? അല്ല കഴിഞ്ഞ ചോദ്യ ഇവിടുന്ന് ആദ്യ ചോദ്യ ഫതഫഖദ തൈറ ഫഖാല മാലിയ ലാ അറൽ ഹുദ അം കാന മിനൽ ഗായിബീൻ. ഒന്നൊക്കെ ഹുദുഹുദ് ഇവിടെ ഇല്ല, അല്ലെങ്കിൽ ഹുദുഹുദിനെ ഞാൻ കാണുന്നില്ല, അല്ലെങ്കിൽ തൊടൂലല്ല, ഇല്ല സ്ഥലത്ത് അന്വേഷിക്കുമോ? അപ്പോൾ ഇവിടെയുണ്ടൊരു കേൾപ്പം
ഇനി തലബുക്കൽ ഗൈരിഹി അള്ളാഹിൻ്റെ ഗൈറിനെ തേടുന്നു, അത് പിന്നെ അള്ളാഹിനെ വേണ്ടെന്ന് നിർത്തയില്ലേ? അത് അമ്മിനൽ അറാദി ദുന്യവിയത്തി ദുന്യാവിൻ്റെ അറാദിനെ തേടി, വസഹാരിബിഹ അതിൻ്റെ ആഡംബരങ്ങളെയും തേടി, മനാസിബിഹ അതിലുള്ള സ്ഥാനമാനങ്ങളെ തേടി, ഒമിനൽ മുക്കാഷഫാത്തി വൽ കറാമാത്തി അഹ്വാല് മക്കാമാത്തി ഇതെല്ലാം തേടുന്നത് ലിക്കില്ലത്തി ഹയായിക്ക മിന്ന. കാരണം വലിയ അള്ളാഹനത്തിന് ഉണ്ടാകുമ്പോൾ എനിക്കത് തന്നെ ഇത് തന്നെ എന്ന് പറഞ്ഞ് നിർത്തിയില്ലല്ലോ. അത് മട്ടൻ ബിരിയാണി ചാപ്സെല്ലാം കൊണ്ടുവച്ചിട്ട് പറയുന്നത് എനിക്കിന്ന് പുല്ലും വൈക്കോല് വേണം, കളിമണ്ണ് വേണം, തിന്നാൻ വേണ്ടി കാടി വേണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എനിക്ക് നാണുണ്ടാന്ന് ചോദിക്കൂലേ? ഇത്ര നല്ല വിഭവങ്ങൾ നിരത്തി തന്നിട്ട് ഏതാണ് അള്ളാഹിൻ്റെ കുറുബ്? നിനക്ക് നാണയില്ലാത്തതിൻ്റെ ലക്ഷണം എന്ന്. എനിക്ക് കറാമത്ത് തരണേ, മുക്കാശഫാത്ത് തരണേ, ഉലൂമ് തരണേ. ഇത് ലൗ ഹസലക ഹയാ മിൻഹു അള്ളാഹിനെ തൊട്ട് ഹയാ നിനക്കുണ്ടായിരുന്നുവെങ്കിൽ ലമൽതഫത്ത. അവിടെ രണ്ട് താഴുണ്ടാവും. ഒരു ഖിതാബിൻ്റെ തായില്ലേ, ലമൽതഫത്ത ഇലാ ഗൈരിഹി ഗൈറിലേക്ക് നീ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യൂലായിരുന്നു. എന്നിട്ടോ വതലബ്ത ശൈഅൻ സിവാഹു ഇൽതഫത്താൻ്റെ ബാക്കി അള്ളാഹു അല്ലാത്ത ഒരു ഷൈനെ തേടുകയും ചെയ്യൂലായിരുന്നു. നാണയില്ലാത്തതുകൊണ്ട് ഈ പണിയെടുത്തത്. കില്ലത്ത് ഹയാഗ്. തലബുക്ക മിൻ ഗൈരിഹി അള്ളാഹിനെ വിട്ടിട്ട് വേറെ ആളോടാ തേടുന്നു. അപ്പോൾ ഞാൻ തരാത്തവനോ എന്നെ ഒഴിവാക്കിയിരുന്ന അപ്പുറത്തേക്ക് പോയിന്. അതിനോട് കേസ് ചുരുക്കത്തിൽ മനുഷ്യന്മാരെ കാറത് ഇതെല്ലാം എന്താകും? ഈ 4 മുന്നസുരാന്നാ പറയുന്നു. 5ാമത്തെ ഒന്നാ വേണ്ടത് എന്ത്? ഞാൻ നിന്നോട് തേടുന്നത് ഞാൻ നിൻ്റെ അബുദായതുകൊണ്ട് ഇരക്കുകയാണ്. വതലബുക മിൻ ഗൈരിഹി ഗൈറിൻ്റെ പക്കൽ തേടും ബിഅൻ തബജ്ജഹ്ത ഇലാ ബഅദിന്നാസ് ജനങ്ങളിൽപ്പെട്ട ചിലരിലേക്ക് മുന്നിട്ടിട്ട് ലി തത്ലുബ മിൻഹു ശൈഅൻ മിൻ അറാദി ദുനിയാ ദുനിയാവിൻ്റെ വല്ല ചരക്കുകളും അതിൻ്റെ നൈമിഷികമായ ആനുകൂല്യങ്ങൾ തേടുന്നു. ഇങ്ങനെ ഗാഫിലൻ ഫീ ഹാലി തലബി അൻ മൗലാക ഉണ്ടാ നിൻ്റെ ആ തേടുന്ന അവസരത്തിൽ മൗലനെ ഗഫലത്തായിക്കൊണ്ട്. അപ്പോൾ അവിടെ തോന്നുന്നേ മൗലൻ്റെ പക്കന്ന് കിട്ടുന്നതാണ് ഇയാൾ തരേണ്ടത് എന്ന് പറഞ്ഞല്ല. മിങ്ക എന്ന് പറഞ്ഞില്ലേ, ഞാൻ തരുന്നതല്ല ഓൻ തരുന്നയാന്ന്. അപ്പോൾ സ്വീകരിക്കുന്ന ആളെന്ത് പറഞ്ഞ് നിങ്ങളുടെ പക്കന്നല്ല ഓൻ്റെ പക്കന്ന ഞാൻ വാങ്ങുന്നതെന്ന്. അതെ ലാലക്ക ഇപ്പം കണ്ട. അതായത് ഇവൻ്റെ പക്കന്നാ തോന്നുമ്പോൾ ഗഫലത്ത് വരുന്നത്. എല്ലാം മൂപ്പർ സൂക്ഷിച്ച ലിബാറത്തിൽ അതിൽ ബുജൂദി ബുഅദിക അൻഹു അവനെ തൊട്ട് ബുഅദ് ഉള്ളത് കൊണ്ടാകുന്നു, അകൽച്ച. ഇതിലൗ കുന്ത ഖരീബൻ മിൻഹു അള്ളാഹിനെ കൊണ്ട് ഖരീബാണെങ്കിൽ ലക്കാന ഗൈറുഹു ബഈദൻ ഗൈറെല്ലാം ബഈദയില്ലേ, ആ ബഈദിൻ്റെ പക്കന്നല്ലേ ചോദിച്ചത്. അങ്ക വലൗ കുന്ത മുഷാഹിദൻ നീ മുഷാഹിദാണെങ്കിൽ ഇതിൻ്റെ മുഷാഹിദിൽ ഖുർബിഹി മിൻക അവനിക്ക് നിന്നിലേക്ക് ഖുർബുണ്ട്. ഫൈന്നി ഖരീബ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് വൈദാ സഅലക ഇബാദി അന്നി ഫൈന്നി ഖരീബുൻ. അപ്പോൾ അബ്ദിനെക്കൊള്ള ഖരീബാണെന്നാണ് അല്ലാഹു ഔസാഫിന് ഉത്തരം പറഞ്ഞത്. പക്ഷെ ഖുർബെന്ന് ഇപ്പം കാണാത്തത് ബസീറത്തിൻ്റെ 5 അവസ്ഥയിൽപ്പെട്ട ഏതോ ഒന്നില്ലാണ്ടായിട്ടുണ്ട്. ബസീറത്തിന് ഉള്ളിൽ കാഴ്ചയില്ലേന്ന്. അപ്പോൾ ഒന്നിക്കൽ പൊട്ടിയത് അല്ലെങ്കിൽ പൊട്ടാത്തത്. പൊട്ടിയതാണെങ്കിൽ പറ്റപ്പോയി, ഇനി നന്നാക്കാൻ വരുന്നില്ല. പൊട്ടാത്തതാണെങ്കിൽ ഒന്നിക്കൽ അടഞ്ഞു, അടഞ്ഞതാണെങ്കിൽ തുറക്കേണ്ട ആളുണ്ടാവും, താക്കോലുകാരൻ വേറുണ്ടാവും. അല്ലേ? തുറന്നതാണെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് 3 ഗ്രേഡ്. ഈ ഫാൻ്റെ റെഗുലേറ്റർ പോലെ കുറഞ്ഞു തുറന്നതിനെന്താ പറയല്? ശുആഉൽ ബസീറ. ശുആഉൽ ബസീറത്ത് തുറന്നിരുന്നുവെങ്കിൽ എന്താ ഉണ്ടാകല്? അഷ്ഹദക ഖുർബഹു മിൻക അള്ളാഹിൻ്റെ കുറുബ് നിനക്ക് ബോധ്യപ്പെടുത്തി തരും. നീയുമായിട്ട് അള്ളാഹു തആലക്ക് കുറുബുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി തരും. അപ്പോൾ കുറുബില്ല, ബഅദാണ്, അവൻ കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല, നമ്മൾ അറിയുന്നുമില്ല, നമ്മളെ തൊട്ട് ഗഫലത്തിലാണ് എന്ന് തോന്നുന്നതുകൊണ്ടാണ് ശുആഉൽ ബസീറത്ത് പോലും തുറന്നിട്ടില്ല. അല്ല പറഞ്ഞ ശുആഉൽ ബസീറത്ത്, ഐനുൽ ബസീറത്ത്, ഹഖുൽ ബസീറ തുറക്കൽ പൂർണ്ണമായി. ശുആ എന്ന് വെച്ചാൽ ഫസ്റ്റ് അത് തുറന്നിരുന്നെങ്കിൽ ഫാൻ തിരിയും. അതിൻ്റെ അപ്പുറം കൂട്ടി എന്താ ഉണ്ടായാൽ
കുറച്ച് കൂടും. അതിനപ്പുറം കൂട്ടിയാൽ കുറച്ചും കൂടെ കൂടും എന്നല്ലേ. ഒന്നെങ്കിൽ ഫാനിന് കേട് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ സ്വിച്ച് ഇട്ടിട്ടില്ല. സ്വിച്ച് ഇടാൻ വന്നിട്ട് 3 സ്റ്റേജ്. ഇത് അതെ. സ്വആഉൽ ബസീറത്ത് യുഷ്ഹിനുക ഖുർബഹു മിൻക. ഐനുൽ ബസീറത്ത് ഒന്നാണ്ടാൽ അവൻ്റെ വുജൂദിൻ്റെ മുമ്പിൽ നീ ഫനാകായി പോവുക. ഞാനില്ലാന്ന് തോന്നല്, ഞാനുമില്ല, എൻ്റെതും ഇല്ല. ഞാനില്ലെങ്കിൽ പിന്നെ എൻ്റെ തുമ്പയില്ലേ. ഈ ദാത്തിനെ തന്നെ ഇല്ല എന്ന് പറഞ്ഞാൽ ദാത്തിലുള്ളതും ആദ്യം തന്നെ അവല കൊണ്ടും പോയിട്ടുണ്ടാവില്ലേ. പിന്നെ ഹക്കുൽ ബസീറത്ത് ഒന്നാണ്ടാൽ ഞാൻ അവൻ്റെ പക്കൽ നിന്ന് ഉള്ളത് കൊണ്ടുണ്ടാകുന്നത് ഇല്ലെങ്കിൽ ഇല്ല. അപ്പം എൻ്റെ സിഫാത്തും അവൻ്റെ പക്കൽ നിന്ന് അപ്പം പക്കാവും. ഓനില്ലെങ്കിൽ ഞാനില്ല, ഓൻ തന്നിട്ടില്ല, എൻ്റെ അടുത്തൊന്നുമില്ല, ഓൻ മുടക്കിയ എല്ലാം മുടങ്ങി. അതന്നെ. അപ്പം നമ്മളെ ഹാരിഫിൽ നോക്കിയാൽ ഇവൻ്റെ ഖുർബ് ബോധ്യപ്പെടുന്നില്ല എങ്കിൽ ശുഹാഉൽ ബസീറത്ത് പോലും ഇല്ല എന്നതിൻ്റെ അർത്ഥം കിട്ടുക. ബസീറത്ത് തുറന്നിട്ടേ ഇല്ല. ഇനി ഏതാണ്? അതാ മുഷാഹിദൻ ലി ഖുർബിഹി മിൻക. അപ്പം ശുഹാഉൽ ബസീറത്തെങ്കിലും തുറന്നെങ്കിൽ നൈ ഉത്തരം. ലക്തഫൈത ബിഹി അൻ സായിരി ഖൽഖിഹി. മറ്റുള്ള പടപ്പുകളെല്ലാം കൊണ്ടും അള്ളാഹിനെ കൊണ്ട് മതിയാക്കൂലേ. ലാകിൻ ബുജൂദുൽ ബുഅദി, ആ ബുഅദ് അകൽച്ച എന്നത് ഖളാ അലൈക, നിന്നെ മേൽ വിധിച്ചിട്ടുണ്ട്. ബിശ്ശുഊരി ബിൽ ഗൈർ, ഗൈറിനെ കൊണ്ടെന്താക്കും ഉണ്ട്, ഓനെന്തെല്ലാം ചെയ്തു തരും. പിന്നെ അതിനപ്പുറം ഹത്താ തവജ്ജഹ്ത ഇലൈഹി, എന്നിട്ടാണ് ഗൈറിലേക്ക് നീ തവജ്ജുഹായത്. വ തലബുത മിന്ന, അവൻ്റെ പക്കൽ തേടിയതും. അപ്പം തുർക്കത്തിൽ 4 തലബുടെ പറഞ്ഞിട്ടുണ്ട്. ഏതെല്ലാമെന്നൊന്ന് പറഞ്ഞേ. 1 മിൻഹു, 2 ലഹു, 3 ലിഗൈരിഹി, പിന്നെ 4 മിൻ ഗൈരിഹി. ലിഗൈരിഹി മിൻ ഗൈരിഹി അതിടത്തേക്ക് നോക്കിയിട്ട് ഗൈറിലേക്ക് നോക്കിയിട്ട്. മിൻഹു തലബുക്ക മിന്നു ദാത്തിലേക്ക് നോക്കിയിട്ട്, തലബുക്ക ലഹു ദാത്തിലേക്ക് നോക്കിയിട്ട്. അപ്പം 4 തലബിൽ 2 അള്ളാഹുവിൻ്റെ ദാത്തിലേക്ക് നോക്കിയിട്ടും 2 ഗൈറിലേക്ക് നോക്കിയിട്ടും. ഈ 4 മഅലൂലാണെന്നാണ് പറയുന്നത്. സോഫിയാക്കളുടെ അടുക്കൽ അത് മോശമായ സംഗതിയായിട്ടാണ് കൂട്ടുക. കാരണം കസ്തൂരിയും പള്ളിയിൽ കാട്ടമെന്നാണ് പറഞ്ഞത്. പഴയ കാലത്ത് പറയില്ലേ, ഇപ്പം എന്നല്ലാണ്ട് ഇപ്പം ഇല്ല. കസ്തൂരി പോലും പള്ളിയിൽ കാട്ടത്തിലാണ് അന്ന്. നല്ല വിശാലമായ നല്ല പളുകണക്കത്തെ ചുമരുടെയും പെണ്ണോണ്ട് കുത്തിട്ടാൽ ആ കുത്ത് എടുത്ത് കാട്ടും. സോഫിയാക്കളെ കൽപ്പം എങ്ങനെയാണ്. മറ്റുള്ളവർക്ക് എന്താണെന്ന് വെച്ചാൽ ഏതായാലും ചളിയിൽ മുങ്ങിയില്ലേ, കഴുകാൻ വെച്ച ബായി ചവിട്ടുന്ന എന്താ കുഴപ്പമുണ്ടോ? ചവിട്ടിയാർക്കൂ അത് സാരില്ല. അപ്പം കഴുകാൻ വെച്ചതെന്ന് തോന്നുന്നു. ജുമാക്കിടാൻ വെച്ച ആണെങ്കിൽ പെണ്ണാക്കിടാൻ വലിയ ചവിട്ടുന്നതിന് കുഴപ്പം വരും. അപ്പോൾ 2 തലബുണ്ട്. ആരോട്? ദാത്തുമായി ബന്ധപ്പെട്ടത് 2 തലബാരോട്. ഞാൻ പറയുന്നത് ഫത്തലബു കുല്ലുഹു മിനൽ മുരീദീൻ, മുരീദീങ്ങളെ വക്കൽ നിന്ന്. അപ്പോൾ മുരീദിൻ്റെ ഓപ്പോസിറ്റ് ആരിഫീനെ വേറെ പറയും. മുരീദീങ്ങളെ വക്കൽ നിന്നുള്ള എല്ലാം മഅലൂലുൻ, അത് മഅലൂലാണ്. സവാഉൻ കാന മുതഅല്ലിഖൻ ബിൽ ഹഖ്ഖിദ, ഹക്കുമായി ബന്ധപ്പെട്ട 2 എണ്ണായാലും. ഏതെല്ലാന്ന്? മിൻഹുവും ലഹു. പിന്നെ ആവിൽ ഖൽഖുമായി ബന്ധപ്പെട്ട 2 എണ്ണം ഉണ്ട്. ഏതെല്ലാന്ന്? ലി ഗൈരിഹിയും മിൻ ഗൈരിഹിയും. ഇബാറത്ത് ശരിയായില്ലേ? ആ അപ്പം പിന്നെ അമ്മന്താക്കിച്ചുണ്ട് സാധനം ചോദിക്കുകയേ വേണ്ട. ഇല്ലാ മാ കാന അലാ വജ്ഹി തഅബ്ബുദി, തഅബ്ബുദിൻ്റെ കൈഫിയത്തിലുള്ള 5ാമത്തൊന്നുണ്ട്. എന്താണ്? നീ റബ്ബാണ്, ഞാൻ അബ്ദാണ്. ഏരക്കൽ എൻ്റെ ഒരു ആവശ്യമാണ്. അത്രയാണ്. തന്നാലും തിരക്കില്ല, തന്നിട്ടില്ലെങ്കിലും തിരക്കില്ല. അതാ താബുദി വത്താത്. വത്തിബായിൽ അംർ, ചോദിക്കാൻ വേണ്ടിയിട്ട് കൽപ്പന ഇത്തിബാ ചെയ്യൽ. വൈദ്ഹാരിൽ ഫാക്കത്തി, ഫാക്കത്തിനെ വെളിപ്പെടുത്തൽ, ഞാനൊന്നുമല്ല. അതാണ് എന്തിൻ്റെ? മുരീദീനാന്നാണ് പറഞ്ഞത്. ഇനി അതാ മന്ന മറുവശം അമ്മല്ലാരിഫൂന ഫലാ യറൗന ഗൈറല്ലാഹി തആല,
അല്ലാഹു തആല അല്ലാത്ത ഗൈറിനോട് കാണുന്നേ ഇല്ല അല്ലേ? അപ്പോൾ ഫതലബുഹും, അപ്പോൾ അത് അവരെ തലബ് ലൈസ മിനൽ മഖ്ലൂഖ്, മഖ്ലൂഖിൻ്റെ മക്കൾ നിന്നല്ല ഫിൽ ഹഖീഖത്തിൽ. അപ്പം തന്നെ അസ്ബാബ് ഉപയോഗിക്കുമ്പോൾ മാത്രം. വഇൻ കാന മിൻഹു ബിഹസ്ബിൽ ലാഹിരി, ലാഹിറിൻ്റെ പോക്ക് നോക്കിയാൽ മഖ്ലൂഖിൻ്റെ പക്കന്നാന്ന് തോന്നിയെങ്കിലും എന്ന് പറഞ്ഞത് ഹഖീഖത്തിലില്ല. അതന്നെ ഇപ്പം നേരത്തെ പറഞ്ഞേ, ഞാൻ നിൻ്റെ പക്കന്ന് വാങ്ങുന്നില്ല, മിങ്ക നിൻ്റെ പക്കന്ന് വാങ്ങുന്നില്ല. അപ്പം ഞാൻ തരുന്നതല്ല, ഓനാ തരുന്നു. അടുക്കട്ടെ. ഇനി അത് തന്നെ മറ്റൊന്നുണ്ട്, അത് 10 മിനിറ്റ് ഇരിക്കണമെങ്കിൽ അത് മറ്റേ 10 പൂർത്തിയാക്കാം. പിന്നെന്താ മാമിൻ നഫസിൻ തുമദീഹി, അത് പിന്നെ വായിക്കേണ്ടി വരും. നിസ്കാരം കഴിച്ച് ഇപ്പം കൊടുക്കാവൂലേ? ആ പറഞ്ഞ തന്നെയാണ് ഇമാർത്തന മാറ്റമൊന്നുമില്ല. ചുരുക്കത്തിൽ 4 തലബുണ്ട്. 4 തലബും ആരതാണ്? അബദിൻ്റെ ഈ മുരീദിൻ്റെ വക്കെന്നാണെങ്കിൽ ഓരോ ന്യൂനതയുണ്ട്. ആ 4 എടുക്കണ്ട, 5-മത്തെ എടുത്തോന്ന് പറഞ്ഞു വരും. നാളെ വെക്കുക. ഇപ്പം